സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയെ 10ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ട് വരെ പൊതുവിൽ ഞാൻ മെഡീവൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വിത്ത് ഡെത്ത് ഓഫ് ഔറംഗസീബ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. ഇന്ത്യ ഒരു പക്ഷേ മധ്യകാല ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുൽത്താൻമാരിൽ ഒരാളാണ് ഔറംഗസീബ്. വിവാദപുരുഷനാണ്, ചിലർക്ക് മറ്റു ചിലർക്ക് ഹീറോയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരാജയപ്പെട്ടു പോയ, സ്ട്രാറ്റജിക്കലി പരാജയപ്പെട്ടു പോയ ഒരു വലിയൊരു കോൺകറാണ്. അദ്ദേഹത്തിന്റെ പതനത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടിയാണ് ടെക്നിക്കലി നമ്മുടെ ഒരു മധ്യകാലം അവസാനിക്കുന്നത്. സോ ഈ ഒരു കാലഘട്ടം നമ്മൾ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സുകൾ രണ്ട് രീതിയിൽ നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, പീപ്പിൾ ഓഫ് ദി ലാൻഡ്, ഈ നാട്ടിലെ ആൾക്കാർ, ഇപ്പൊ ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള, ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള തദ്ദേശീയരായ ആൾക്കാർ രചിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ, അവരുടെ ഓർമ്മക്കുറിപ്പുകൾ, അവരുടെ ലെറ്റേഴ്സ്, ഈവൻ അവരുടെ ഡോക്യുമെന്റ്സ് അല്ലെ. മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പറയാം, അസ്ബർ മോയിൻ ആണ് തോന്നുന്നു, അതല്ലെങ്കിൽ ഫർഹദ് ഹസൻ, ഐ തിങ്ക് ഫർഹദ് ഹസൻ, അസ്ബർ മോയിൻ. ഫർഹദ് ഹസന്റെ അഭിപ്രായ പ്രകാരം മുഗൾ എന്ന് പറഞ്ഞ ഒരു പേപ്പർ സ്റ്റേറ്റ് ആണ് അല്ലെ, കംപ്ലീറ്റ്ലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യ നിലവിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പേപ്പറുകൾ ഉപയോഗിച്ച് ഡോക്യുമെന്റുകളുടെ ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട്. അതിന് സജീവമായിട്ട് മുഗൾസ് ഇത് ചെയ്തിരുന്നു. സോ ആ ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുമ്പുള്ള കാലഘട്ടത്തിൽ തദ്ദേശീയരായ ആൾക്കാർ എഴുതിയിട്ടുള്ള ഹിസ്റ്ററികൾ അഥവാ ചരിത്ര പുസ്തകങ്ങൾ, മറ്റു ഓർമ്മക്കുറിപ്പുകൾ, ഓട്ടോബയോഗ്രഫി, ആത്മകഥകൾ, ഒരുപാട് ആൾക്കാർ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ആർക്കെല്ലാം അറിയോ ഇന്ത്യ അഥവാ പേർഷ്യൻ ബ്രജ് ഭാഷയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട ആത്മകഥയുടെ പേരായിരിക്കില്ല അറിയോ? എനിവൺ? ഓക്കെ, നിങ്ങൾ ആരും ടെക്സ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ല, ആർക്കും അറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അർത്ത് കഥാനക്, യു ക്യാൻ സീ ഓൺ ദി സ്ക്രീൻ. അർത്ത് കഥാനക് മീൻസ് ഹാഫ് പാർട്ട് സ്റ്റോറി, അഥവാ ഒരാളുടെ ജീവചരിത്രത്തിന്റെ പകുതി എന്നാണ് അതിന്റെ അർത്ഥം. അത് ബനാറസി ദാസ് എന്നുള്ള 16ാം നൂറ്റാണ്ടിൽ അല്ലെ, അക്ബറുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ട്രേഡർ, ജോൺപൂർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കച്ചവടക്കാരൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അതാണ് ഒരു ഇന്ത്യൻ ഭാഷയിൽ ആദ്യത്തെ ആത്മകഥ. സോ അതൊരു സോഴ്സ് ആണ് നമുക്ക്. സോ ഇത്തരത്തില് പീപ്പിൾ ഓഫ് ദി ലാൻഡ്, ഈ നാട്ടിലെ ആൾക്കാർ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകൾ, സോഴ്സുകൾ. മറ്റൊന്ന് റിട്ടൺ ബൈ ദി ട്രാവലേഴ്സ്, യാത്രക്കാരായിട്ടുള്ള അഥവാ മറ്റു ദേശങ്ങളിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് വന്ന അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ അല്ലെ, സുലൈമാൻ താജിറിനൊക്കെ പോലുള്ള ആൾക്കാർ. അപ്പൊ അത്തരം ആൾക്കാർ, അപ്പൊ അവര് എഴുതിയിട്ടുള്ള അവരുടെ ട്രാവലോ, യാത്രകൾ, അൽബറൂനി, അതുപോലെ ഇബിൻ ബത്തൂത്ത തുടങ്ങിയ ആൾക്കാർ എഴുതിയിട്ടുള്ള യാത്രകൾ. മറ്റൊരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, അഥവാ തദ്ദേശീയരായ ആൾക്കാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കോർട്ട് ക്രോണിക്സ്, യു ക്യാൻ സീ ഹിയർ റൈറ്റ്. കോർട്ട് ക്രോണിക്സ് അഥവാ കൊട്ടാരത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള, അത് മേ ബി അത് രാജാവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാവാം, അതല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ അദ്ദേഹം സ്വയം രചിക്കുന്നു, പിന്നീട് അദ്ദേഹം രാജാവിന് സമർപ്പിക്കും, ആ രീതിയിലാവും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. രാജാവ് നേരിട്ട് നിർദ്ദേശിക്കുന്ന ഹിസ്റ്ററികളുണ്ട്. അക്ബറൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ, ഷാജഹാൻ ചെയ്തിട്ടുണ്ട്, ഔറംഗസീബ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പിന്നീട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് മറ്റൊന്ന് ഇൻഡിപെൻഡന്റ് ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, കൊട്ടാരമായിട്ടോ അതല്ലെങ്കിൽ മറ്റു സ്പിയർ ഓഫ് പവർ അല്ലെ, അധികാര കേന്ദ്രങ്ങളുമായി ബന്ധങ്ങളൊന്നും ഇല്ലാതെ സ്വയം അവർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അടുത്ത കഥാനക്ക് അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബനാറസി ദാസിന്റെ പുസ്തകം, അദ്ദേഹം ഒരു കൊട്ടാരത്തിലും അംഗമായിരുന്നില്ല, ഒരു സദസ്സിലും അംഗമായിരുന്നില്ല, അദ്ദേഹം ഒരു ട്രേഡർ, ഒരു കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ ആത്മകഥ സ്വന്തമായിട്ട് എഴുതുന്നു. അപ്പൊ അതിൽ അദ്ദേഹം അക്ബറിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ലോ ആൻഡ് ഓർഡർ അതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ കാസ്റ്റീസിനെ കുറിച്ചുള്ള റെഫറൻസുകൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് റെഫറൻസുകൾ നമുക്ക് അതിന് കിട്ടും. അങ്ങനെ പല കാര്യങ്ങൾ അതിൽ പറയുന്നു. കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ട്, ചില സിറ്റികളുടെ പതനങ്ങളെ കുറിച്ച് പറയുന്നു, അക്ബറിന്റെ കാലത്തെ ചില റെബല്യൻസിനെ കുറിച്ച് പറയുന്നു. സോ അതൊരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള work. മറ്റൊന്ന് സൂഫി ടെക്സ്റ്റുകൾ, സൂഫി ഹൈറുൽ മജാലിസ്, ഫവായിദുൽ ഫുആദ് പോലെയുള്ള. ഫോർ എക്സാമ്പിൾ ഒരു നിസാമുദ്ദീൻ ഔലിയ അല്ലെങ്കിൽ നാസറുദ്ദീൻ ചിരാഗുദ്ദീൻ. അതിൽ സൗത്തിലേക്ക് വരികയാണെങ്കിൽ ബാബ ദഷുദരാസ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ അവർ തങ്ങളുടെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യും, പല രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും അല്ലെ. ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യും, ശിഷ്യന്മാര് നോട്ട്സ് ആയിട്ട് കളക്ട് ചെയ്യും. ഇത്തരം കളക്ട് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് പിന്നീട് അവരുടേതായിട്ടുള്ള എന്താ പറയാ മുഴുമുത്തുകളായിട്ട് പിന്നീട് തങ്ങളുടെ ശിഷ്യന്മാർ, അവരുടെ ഒരു സൂഫി ഓർഡർ ഒക്കെ ഉണ്ടാവും അല്ലെ. നിങ്ങൾ ചില ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടോ, CUT-ന്റെ PG ഒക്കെ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി മനസ്സിലാക്കി. സൂഫി ഓർഡേഴ്സ് ഉണ്ട്, സിൽസിലകൾ എന്നൊക്കെ പറയും.
അപ്പൊ അത്തരത്തിലുള്ള ഓർഡേഴ്സിലുള്ള ആൾക്കാർക്ക് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് വായിക്കാനുള്ള ടെക്സ്റ്റുകൾ ഇത് കൊടുക്കും. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇർഫാൻ ഹബീബ് അദ്ദേഹത്തിന്റെ കേംബ്രിഡ്ജ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതില് നോർത്തിലെ അഥവാ നോർത്തേൺ ഇന്ത്യയുടെ ജിയോഗ്രഫിയെ കുറിച്ച് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ കുറിച്ച് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിസാമുദ്ദീൻ ഔലിയ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ്, എനിക്കൊന്ന് ഹൈറുൽ മജാലിസിലാണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നതാണ് വെച്ചാൽ അദ്ദേഹം കൃഷിയെ കുറിച്ച് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കും. അപ്പൊ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഫ്ലോ വേണം അല്ലെ, മുഖം വേണം, മറ്റു ടൂൾസ് വേണം, ഫെർട്ടിലൈസേഴ്സ് വേണം, സീഡ്സ് വേണം. പക്ഷെ അദ്ദേഹം എന്ത് പറയുന്നില്ല, ലാൻഡ് എന്നുള്ളൊരു പരാമർശം നടത്തുന്നേയില്ല. സോ അത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇർഫാൻ ഹബീബ് പറയുന്നത്, ലാൻഡ് വാസ് അബാൻഡൻഡ്, ഭൂമി ഒരുപാട് ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് എ പാഠം. ഇത്തരത്തിലുള്ള സൂഫി ടെക്സ്റ്റുകൾ ഹിസ്റ്ററിയുടെ ഭാഗമായിരുന്നു. ഈവൻ ഇക്കണോമിക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി അല്ല, ഇക്കണോമിക് ഹിസ്റ്ററി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം സോഴ്സുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ എനിക്ക് നോർത്തേൺ ഇന്ത്യ ഏകദേശം 10th സെഞ്ചുറി മുതൽ എഴുതപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഡൽഹി സുൽത്താനറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, അതിനുശേഷം മുഗൾ ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, പിന്നെ ഏറ്റവും ഒടുവിൽ സമയം ഉണ്ടെങ്കിൽ, സഹൽ എത്ര സമയം എനിക്ക് അനുവദിക്കുന്നു എനിക്കറിയില്ല, സോ ആ സമയം ഉണ്ടെങ്കിൽ ട്രാവലേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച്, പോർച്ചുഗീസ്, അതേപോലെ തന്നെ ഇറ്റാലിയൻ, റഷ്യൻ ട്രാവലേഴ്സ്, അപ്പൊ അവരൊക്കെ ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, അവരുടെ ഒരു ഏജ്. അപ്പൊ നമ്മൾ ആൾക്കാരെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഒരാൾ തന്നെ ചിലപ്പോൾ 1, 2, 3, 4 ടെക്സ്റ്റുകൾ രചിച്ച ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ വളരെ പ്രശസ്തനായ ഒരു കവിയും ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അമീർ ഖുസ്രു, അദ്ദേഹത്തിനായിട്ട് 8 or 9 ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. പലപ്പോഴും നെറ്റിന്റെ ക്വസ്റ്റിനൊക്കെ വരാറുള്ള ടെക്സ്റ്റുകളാണ് അതൊക്കെ അല്ലെ, നിങ്ങൾക്ക് അറിയാം ഖസാനിൽ ഫുതുഹ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മത്ലബ് സാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതിൽ ചിലത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഒറ്റ ടെക്സ്റ്റ് മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് അവരുടെ ടെക്സ്റ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് 12th സെഞ്ചുറിയിലെ ഏറ്റവും 1100 1140 ജീവിച്ചിട്ടുള്ള ഒരാളാണ് കൽഹന. രാജതരംഗീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. അത് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വർക്ക് അതാണ്. സോ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ നമുക്ക് അറിയായിരിക്കും, കാശ്മീർ, അതേപോലെ തന്നെ പഞ്ചാബ് കടക്കുന്ന നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജിയോഗ്രഫി. നമ്മളത് പറഞ്ഞിരുന്നു. ജിയോഗ്രഫി മനസ്സിലാകാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി അറിയാത്ത ആൾക്കാർക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. സോ കൃത്യമായിട്ട് ആ ഒരു ജിയോഗ്രഫി നമുക്ക് ഓർമ്മ വേണം. സോ കാശ്മീർ രാജാക്കന്മാരെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ് കലഹന്റെ രാജതരംഗം. സോ സംസ്കൃത ഭാഷയാണ് ഇത് എഴുതപ്പെട്ടുള്ളത്. മഹാകാവ്യ ഒരു പ്രബന്ധ, ഈ പ്രബന്ധ മഹാകാവ്യ എന്നൊക്കെ പറയുന്നത് ഏകദേശം വളരെ വലിയ ഒരു ഇതിഹാസം എന്നൊക്കെ പറയാവുന്ന അത്രയും വരികളൊക്കെയുള്ള, അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് വേഴ്സ് ഒക്കെ ഉള്ള ഒരു വർക്കിനാണ് സാധാരണ മഹാകാവ്യം എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1509 മുതൽ 1529 വരെ വരിച്ച ഡെക്കാനിലെ വിജയനഗര സാമ്രാട്ട് എംപറർ കൃഷ്ണദേവരായർ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ 9ഓളം മഹാകവികൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ നവരത്ന എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവര് അത്തരത്തിൽ ആ ഒരു ടൈറ്റിൽ അവര് നേടുന്നത്, അക്വയർ ചെയ്യുന്നത് ഇത്തരത്തിൽ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടാണ്, പ്രബന്ധങ്ങൾ എഴുതിയിട്ടാണ്. ഓരോരുത്തരും തെലുങ്ക് ഭാഷയിൽ സംസ്കൃത ഭാഷയിലൊക്കെ എഴുതി. അപ്പൊ അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വലിയ ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പൊയറ്റിക് വർക്കിനാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു രാജതരംഗിണി എന്നുള്ള വർക്ക് അത്തരത്തിലൊരു വളരെ വലിയൊരു വർക്ക് ആയിരുന്നു. സോ ഏർലിയസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക്, ഇന്ത്യയിൽ രചിക്കപ്പെട്ട ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ക്രോണോളജിക്കലി ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെ ഫാക്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെ. ചില പുസ്തകങ്ങളിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഫ്ലാറ്ററിയാണ് കൂടുതൽ ചെയ്യുക അല്ലെ, രാജാക്കന്മാരെ പുകഴ്ത്തി പറയാ, അപദാനങ്ങൾ പറയാ. സോ അത്തരം എന്താ പറയാ പ്രവണതകൾ എന്നൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹിസ്റ്ററിക്കൽ വർക്ക് എന്ന് വിളിക്കാവുന്ന ഒരു പുസ്തകമാണെന്നാണ് റൊമിള താപ്ര അവരുടെ പാസ്റ്റ് ബിഫോർ അസ് എന്നൊരു പുസ്തകമുണ്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പുസ്തകം പാസ്റ്റ് ബിഫോർ അസ്. ഇന്ത്യയിൽ ആരാണ് ഹിസ്റ്ററി ചെയ്തിട്ടുള്ളത്, കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി ഒക്കെ റെഫ്യൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, വളരെ നല്ലൊരു വർക്കാണ്, റെഫർ ചെയ്യാം. പക്ഷേ പുതിയ നെറ്റും സിയുറ്റിയും JRF ഒന്നും എന്ത് ചെയ്യില്ല, അവരുടെ വർക്കുകളെ അഡ്രസ് ചെയ്യാനില്ല, അത് വേറെ കാര്യം. സോ യു ക്യാൻ റെഫർ ദാറ്റ് ഫോർ റിസർച്ച് പർപ്പസ്. സോ ഏകദേശം 8ഓളം പുസ്തകങ്ങളിലായിട്ട്, ബുക്സ് എന്ന് പറയുമ്പോൾ ചാപ്റ്റേഴ്സ് 8000ഓളം വേഴ്സുകളാണ് ഈ ഒരു പുസ്തകം ഉള്ളത്. ഡിപ്പെൻഡ് ഓൺ ഹർഷചരിത, ബാണഭട്ടന്റെ ഹർഷചരിത പുസ്തകം ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ. നമുക്കറിയാം ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്ററി ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല. സോ
ദേ നീഡ് സോഴ്സസ്. അവർക്ക് ഏതെങ്കിലും സോഴ്സുകൾ വേണം. സോ അവർ മുമ്പ് രചിക്കപ്പെട്ടുള്ള ടെക്സ്റ്റ്. ഇദ്ദേഹം മഹാഭാരതം അതുപോലെ തന്നെ മറ്റു ഇതിഹാസങ്ങൾ അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. സോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരാൾ, സോ 12th സെഞ്ചുറിയാണ് നമ്മൾ പോകുന്നത്. 12, 13, 14, 15 ആ ഒരു ഓർഡറിലേക്ക് നമ്മൾ പോകും. സോ ഈ ഒരു സമയത്ത് അഥവാ 12th സെഞ്ചുറിയിലെ 12th അല്ല 13th സെഞ്ചുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയനാണ് മിൻഹാജ് സിറാജ് ജുസ്ജാനി. സോ മംലൂക്ക് ഡൈനാസ്റ്റി ഓർ ഇൽബരി ഡൈനാസ്റ്റി. ഇൽബരി ഡൈനാസ്റ്റി രണ്ടും നിങ്ങൾക്ക് അറിയാലോ. ഡൽഹിയിൽ വന്നിട്ടുള്ള സെറ്റിൽ ചെയ്തിട്ടുള്ള മഹ്മൂദ് ഗസ്നി മുഹമ്മദ് ഗോർ, മുഹമ്മദ് ഓഫ് ഗോർ, ഗോർ ബേസ് ചെയ്ത് ഭരിച്ചിട്ടുള്ള മുഹമ്മദ് ഓഫ് ഗോർ. അദ്ദേഹത്തിന്റെ മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള കുതുബുദ്ദീൻ ഐബക്ക് ആണ് ഇന്ത്യയിൽ ഒരു പുതിയൊരു ഡൈനാസ്റ്റി, അടിമ വംശം അല്ലെങ്കിൽ സ്ലൈവ് ഡൈനാസ്റ്റി. മംലൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. പേർഷ്യൻ, അറബിക്, ഉറുദു ഭാഷകളിലൊക്കെ മംലൂക്ക് എന്ന് പറഞ്ഞാൽ സമൺ ഹു ഇസ് ഓൺ. സോ സ്ലൈവ് എന്നാണ് അർത്ഥം. സ്ലൈവ് ഡൈനാസ്റ്റി, ഇൽബരി ഡൈനാസ്റ്റി എന്ന് പറയപ്പെടുന്നത്. സോ ആ ഒരു ഡൈനാസ്റ്റിയുടെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അദ്ദേഹം. സോ അദ്ദേഹമാണ് തബക്കാത്ത് നാസിറുദ്ദീൻ മഹ്മൂദ് എന്നുള്ള സുൽത്താനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നാസിറുദ്ദീൻ, അതേപോലെ തന്നെ മുഹമ്മദ്, മഹ്മൂദ് എന്നീ ടേംസ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു പേരുകളായിരിക്കും. മഹ്മൂദ് എന്നുള്ളതും മുഹമ്മദ്, നാസിറുദ്ദീൻ. ഒരുപാട് ആൾക്കാർക്കുണ്ട്. നാസിറുദ്ദീൻ മുഹമ്മദ് എന്നുള്ള ഒരു സൂഫി വരുന്നുണ്ട് അല്ലെ. നാസിറുദ്ദീൻ ചിരാഗെ ദില്ലി എന്നുള്ള പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വലിയൊരു സ്ഥലമുണ്ട് ഡൽഹി. സോ ഹിസ്റ്ററി ഓഫ് മുസ്ലിം ഡൈനാസ്റ്റീസ് ഇൻ ഇറാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. സോ ആ ഒരു കാലഘട്ടത്തിൽ 1206 മുതൽ 1260 വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ. സോ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുസ്ലിം ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. സോ അതിന് മുമ്പ് മുസ്ലിങ്ങള് അല്ലെങ്കിൽ മുസ്ലിം ഡൈനാസ്റ്റികൾ, ഇസ്ലാമിക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആ ടെർമിനോളജി തെറ്റാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇസ്ലാമിക്, മുസ്ലിം, അതേപോലെ തന്നെ ഇസ്ലാമിക്കേറ്റ് എന്നുള്ള ടെർമിനോളജി ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ചാടേറ്റിനൊക്കെ വായിച്ച ആൾക്കാർക്ക് അത് അറിയാം. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ സെൻട്രൽ ഏഷ്യ അതുപോലെ തന്നെ ഇറാൻ ഈ പ്രദേശങ്ങളിൽ അന്ന് മുസ്ലിം ഡൈനാസ്റ്റികളുണ്ട്. അപ്പൊ അവരുടെ ഹിസ്റ്ററി, ഇപ്പോൾ ഗോരി ഡൈനാസ്റ്റി ആണെങ്കിലും ഗസ്നവിഡ്സ് ആണെങ്കിലും അതിനു മുമ്പ് സെൽജൂക്സ് ആണെങ്കിലും ഒരുപാട് ഡൈനാസ്റ്റി ആ ഒരു കാലഘട്ടം. അപ്പൊ അവരുടെയൊക്കെ ഹിസ്റ്ററി, അതിന്റെ ഒരു അവസാനമായിട്ട് ഇന്ത്യയിലുള്ള ഹിസ്റ്ററി ചേർത്തിട്ടുള്ളത്. സോ ഈ ഒരു വർക്കാണ് അദ്ദേഹത്തിന്റെ തബക്കാത്ത് നാസി എന്നുള്ള ഈ ഒരു വർക്കാണ് ഇന്ത്യയിലെ അതിനുശേഷം വന്നിട്ടുള്ള മുഴുവൻ പേർഷ്യൻ ക്രോണിക്കലുകൾക്കും ഒരു ബേസ് ആയിട്ട് മാറും. ഒരു പ്രസിഡന്റ് വേണമല്ലോ എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതേണ്ടത്. സോ ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും, പ്രൊഫറ്റ് മുഹമ്മദ് സ്റ്റാർട്ട് ചെയ്യും. സോ അദ്ദേഹത്തിന്റെ മരണത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഖാലിഫ് എന്ന് പറയും, 4 ഖാലിഫ്സ് ഇസ്ലാമിൽ. പ്രവാചകന് ശേഷം വന്നിട്ടുള്ള 4 ആൾക്കാർ, പ്രധാനപ്പെട്ട 4 ഖലീഫമാർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതിന്റെ റെപ്രസെന്റേറ്റീവ്സ്. സോ അവരുടെ ഹിസ്റ്ററി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഓർഡർ പേർഷ്യൻ ക്രോണിക്കിൾസിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് മിൻഹാജ് സിറാജിന്റെ തബക്കാത്ത് നാസ്. സോ അദ്ദേഹമാണ് ഗേവ് ദ ടൈറ്റിൽ ഹിന്ദുസ്ഥാൻ ടു ഇന്ത്യ. ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുന്നത് അദ്ദേഹം അല്ലെ. കാരണം അതിനു മുമ്പ് ഇന്ത്യ എന്നോ ഹിന്ദു, അതിന് ഇന്ത്യക്ക് പേരുകളില്ല, സിറ്റികൾക്കായിരിക്കും പേരുണ്ടാവും. അല്ലെങ്കിൽ ചില ഇതൊക്കെ മാവറാന എന്നൊക്കെ പറഞ്ഞ ബിയോണ്ട് ദി റിവർ എന്നൊക്കെയുള്ള രീതിയിലാണ് ചില ഇതൊക്കെ അറിയപ്പെടാറുണ്ട്. സോ ഇന്ത്യക്ക് ഹിന്ദുസ്ഥാൻ എന്നുള്ള ഒരു ടൈറ്റിൽ ആദ്യമായിട്ട് കൊടുത്തത് അദ്ദേഹമാണ്. ഇത് എനിക്ക് തോന്നുന്നു 2014 16 ഈ ഒരു ചോദ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഉൾപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംബന്ധിച്ച് സപ്പോർട്ട് റസിയ സുൽത്താന അഥവാ റസിയത്ത് ദുനിയ വദ്ദീൻ എന്നൊക്കെയാണ് അവരുടെ ടൈറ്റിൽ. വളരെ രസകരമായ ടൈറ്റാണ് അവരുടെ. നിങ്ങൾക്ക് അറിയാം, ഹിസ്റ്ററി ഒക്കെ നമുക്ക് പിന്നീട് എപ്പോഴും പറയാം. സോ എനിവേ ഡൽഹി സുൽത്താനിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഏബിൾ ആയിട്ടുള്ള റൂളർ ആയിരുന്നു റസിയ. അവർക്ക് പിന്തുണയിലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. വളരെ ഏബിൾ ആയിരുന്നു. അപ്പൊ അവരെ ഇൽത്തുത്മിഷ് അദ്ദേഹം തന്റെ പിൻഗാമിയായിട്ട് വാഴിക്കുന്നു. തന്റെ എല്ലാ നോബിൾസും അവരെ എതിർക്കുന്നു അല്ലെ. പിന്നീട് അവർ കൊല്ലപ്പെടുന്നൊക്കെയുണ്ട്. ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനി ഒക്കെ ചേർന്നിട്ട് അവരെ ചതിക്കുന്നു. പിന്നീട് ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനി അവരെ കല്യാണം കഴിക്കുന്നു. രണ്ടുപേരും പിന്നീട് കൊല്ലപ്പെടുന്നു. അതത്ര സാഹചര്യം, അത് ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് നോട്ട് പാർട്ട് ഓഫ് അവർ സിലബസ് നൗ. സോ അദ്ദേഹം റസിയെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റു മുസ്ലിം സ്കോളേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ജഡ്ജിമാരൊക്കെ അവരെ എതിർക്കുമ്പോൾ, കാരണം ഒരു സ്ത്രീ അധികാരത്തിൽ വരിക എന്നുള്ളത് മുസ്ലിം കൾച്ചറിന് എതിരല്ല, അത് വേറെ കാര്യം, എതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ എതിർത്തിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് റസിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മിൻഹാജ് സിറാജ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത വേറൊരാളാണ് അവിടുത്തെ കോട്ട്വാൾ എന്ന് പറഞ്ഞ പോലീസ് ഹെഡ് ഓഫ് ഡൽഹി സിറ്റി അല്ലെ. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. സോ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സിയാഉദ്ദീൻ ബറനി. പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ കോൺട്രവേഴ്ഷ്യലും കൂടിയാണ് അല്ലെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സിയാഉദ്ദീൻ ബറനി. സോ മുഹമ്മദ് ബിൻ തുഗ്ലക് അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക് ഈ രണ്ടാൾക്കാരുടെ സമകാലികനായിരുന്നു. സോ തുഗ്ലക്കിന് ഏകദേശം 17 വർഷത്തോളം ഇതിന് അക്കമ്പനി ചെയ്തു. തുഗ്ലക്കിന്റെ കാലത്ത് നല്ലൊരു ഓഫീസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. സോ 2 വർക്കുകളാണ് അദ്ദേഹം പ്രധാനമായിട്ട് രചിച്ചത്. ഒന്ന് താരിഖെ ഫിറോസ് ഷാഹി, മറ്റൊന്ന് ഫതാവ ജഹാൻദാരി. താരിഖെ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് അല്ലെ, ഫൗണ്ടർ ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ ഫിറോസ് തുഗ്ലക്കിന്റെ ആദ്യത്തെ 6 വർഷം, ആ ഒരു കാലഘട്ടം വരെയുള്ള 6 വർഷങ്ങളിലെ
ത്തേക്കുള്ള ഹിസ്റ്ററി. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ താരിഖെ ഫിറോസ് ഷാഹി ബേസിലുള്ള. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ അവലംബിക്കാവുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഇത്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ബയസ്ഡ് ആയിട്ടുള്ള ഡയലോഗുകളുണ്ട്. ഈവൻ അതിന് മുമ്പുള്ള ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാലഘട്ടമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. സോ ഈവൻ ഗസ്നി, മഹ്മൂദ് ഗസ്നി, അദ്ദേഹം ഒരു എന്താ പറയാ ഐക്കണോക്ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ എന്താ പറയാ ഹിന്ദു വിഗ്രഹങ്ങളൊക്കെ തച്ചുടക്കുന്ന ഒരാളായിട്ട് ഇസ്ലാമിന്റെ ചാമ്പ്യൻ ഓഫ് ഇസ്ലാം എന്നൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ് സ്റ്റോറി. അപ്പൊ അദ്ദേഹത്തിന്റെ റാഡിക്കൽ വ്യൂസിന്റെ ഭാഗമാണ്. സോ അദ്ദേഹം ഫതാവ ജഹാന്ത എന്ന രണ്ടാമത്തെ ടെക്സ്റ്റ്, അതൊരു നസീഹത്താണ്. നസീഹത്ത് എന്ന് പറയുമ്പോൾ അഡ്വൈസ്, മുസ്ലിം സുൽത്താൻമാർക്ക് പല കാലങ്ങളായിട്ട് ആൾക്കാർ ചെയ്തിട്ടുള്ള ഉപദേശങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ മറ്റൊരു പുസ്തകം സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടായിരുന്നു, നിസാമുൽ മുൽക്കൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വളർന്നു വരുന്ന മുസ്ലിം സുൽത്താൻമാർക്ക് ഒരു അഡ്വൈസ്, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഹറാജ്, ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ പോൾ ടാക്സ് സ്വീകരിക്കേണ്ടത്, ജിസിയ സ്വീകരിക്കേണ്ടത്, ആരിൽ നിന്നൊക്കെയാണ് അത് സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് മറ്റു അഥവാ അവരുടെ വിശ്വാസം ഫോളോ ചെയ്യാത്ത സബ്ജക്ട്സിനെ, അവരുടെ അണികളെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പ്രജകളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ടെക്നിക്കലി ഫതാവ ജഹാന്താരി എന്ന് പറഞ്ഞാൽ ലിബറൽ അല്ലെങ്കിൽ സെക്കുലർ ലോസ് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ജഹാന്താരി ശരിക്കും പറയുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് കാലത്ത് അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലൊക്കെ രണ്ട് തരം നിയമങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന സംഭവമാണ്. ശരിയ മാത്രമാണ് സുൽത്താൻമാർ ഫോളോ ചെയ്തിരുന്ന സംഭവം. പക്ഷെ ശരിയ മാത്രമല്ല, ജഹാന്താരി എന്നുള്ളൊരു ലോ കൂടി ഉണ്ടായിരുന്നു, അഥവാ സെക്കുലർ ലോസും കൂടി അവിടെ നിലവിലുണ്ടായിരുന്നു. സോ അപ്പൊ അത്തരം ലോ, അപ്പൊ അത്തരം ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യുന്നതിന്റെ കാര്യത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഭരണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹമാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ കാസ്റ്റ് സിസ്റ്റം, ടെക്നിക്കലി കാസ്റ്റ് സിസ്റ്റം അല്ല, അതിന് ആൾക്കാർ പല രീതിയിൽ മനസ്സിലാക്കും, പക്ഷെ ഇതൊരു കാസ്റ്റ് സിസ്റ്റം ആണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഹബീബ് കാസ്റ്റ് സിസ്റ്റം ആയിട്ട് മനസ്സിലാക്കുന്നില്ല, ഒരു ക്ലാസ് സിസ്റ്റം നിലനിൽക്കാണ് മനസ്സിലാക്കുന്നത്. ക്ലാസും കാസ്റ്റും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അഷ്റാഫ് അതുപോലെ തന്നെ അസ്ലാഫ്, അജ്ലാഫ് ഓർ അസ്ലാഫ്. അഷ്റാഫ് എന്ന് പറയുമ്പോൾ ഹൈ ബോൺ, അതുപോലെ സെൻട്രൽ ഏഷ്യൻ എന്നൊക്കെ വന്നിട്ടുള്ള നോബിൾസിനാണ് അസ്ലാഫ് എന്ന് പറയുന്നത്. സോറി, അഷ്റാഫ് എന്ന് പറയുന്നത് അത് ഓൾറെഡി വന്നിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ. അജ്ലാഫ് എന്ന് പറയുമ്പോൾ ലോ ബോൺസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കൺവേർട്ട് ആയിട്ടുള്ള മുസ്ലിം. പൊതുവിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഏർലി കൺവേർഷൻസ്, ലേറ്റർ കൺവേർഷൻസ് അല്ല, ഏർലി കൺവേർഷൻസ് ഒക്കെ നടക്കുന്നത് ആർട്ടിസാൻസ്, താഴേക്കിടയിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. സോ അവരെ അംഗീകരിക്കാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു. ഈവൻ ഗിയാസുദ്ദീൻ ബാൽബൻ ഒക്കെ പറയുന്നത്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കുറച്ച് മുമ്പ് നെറ്റിന്റെ ചോദ്യത്തിൽ അത് ഉണ്ടായിരുന്നു. ഒരു ലോ ബോൺ ആയിട്ടുള്ള മുസ്ലിമിനെ കാണുമ്പോൾ, മുസ്ലിം റിമെമ്പർ ദാറ്റ് തിങ്, കാണുമ്പോൾ എന്റെ സിരകൾ വലിഞ്ഞു മുറുകുന്നതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കൊരിക്കലും അങ്ങനെ ഒരാളെ കാണേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. സോ ആ ഒരു ക്ലാസ് മെന്റാലിറ്റി അവരുടെ ഇടയിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് മെന്റാലിറ്റി വളരെ സജീവമായിട്ട് പുറത്തു വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അദ്ദേഹത്തിന്റെ താരിഖെ ഫിറോസ് ഷാഹി. സോ അവസാന കാലഘട്ടത്തിൽ വളരെ ദരിദ്രനായിട്ട് അദ്ദേഹം മരിക്കുന്നു. കാരണം ഫിറോസിന്റെ കാലത്ത് അദ്ദേഹം അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്ന സംഭവം. ഈവൻ ഹി വാസ് ഇംപ്രിസൺ, ജയിലിൽ അടക്കപ്പെട്ട പോലെ. ഓക്കെ, സോ മറ്റൊരു പ്രധാനപ്പെട്ട ആള് അമീർ ഖുസ്രു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെ, പാരറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന ആളാണ്. നിസാമുദ്ദീൻ ഔലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ചിഷ്തി സിൽസില, ചിഷ്തി സൂഫി ഓർഡർ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ ആയിരുന്നു നിസാമുദ്ദീൻ ഔലിയ. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മാസ്റ്റർ ഖാജ മുഈനുദ്ദീൻ ചിഷ്തി തന്നെയാണ്. സോ അദ്ദേഹമാണ് സുൽത്താനെ ഹിന്ദ് എന്നൊക്കെ അറിയപ്പെടുന്നത്, ലോർഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സോ എനിവേ അതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫി വര്യനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ. ഡൽഹി ബേസ് ചെയ്തിരുന്ന അദ്ദേഹം ഭരിക്കുന്നത്. ഒരുപാട് ഡൽഹി സുൽത്താൻമാർ അദ്ദേഹത്തിന്റെ അടുത്ത ആൾക്കാരായിരുന്നു. സോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അമീർ ഖുസ്രു. ഈവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് അദ്ദേഹത്തിന്റെ ട്യൂംബ് ഉള്ളത്, അദ്ദേഹത്തിന്റെ ശവകുടീരുള്ളത്, മക്ബറയുള്ളത് നിസാമുദ്ദീൻ ഔലിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നിസാമുദ്ദീൻ ഔലിയ ദർഗ ഉണ്ട്. സോ അദ്ദേഹം ജലാലുദ്ദീൻ ഖൽജി, അലാവുദ്ദീൻ ഖൽജി, ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നീ 3 പ്രധാനപ്പെട്ട സുൽത്താൻമാരുടെ കണ്ടംപററി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ച് എഴുതുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എഴുതുന്നുണ്ട്, അതിനുശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പുസ്തകങ്ങളെ കുറിച്ച് അദ്ദേഹം അവരുടെ ഹിസ്റ്ററിയെ കുറിച്ച് എഴുതുന്നുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഖിറാൻ സാദൈൻ. ഖിറാൻ സാദൈൻ എന്ന് പറയുമ്പോൾ വെച്ചാൽ 2 രാജാക്കന്മാർ, അലാവുദ്ദീൻ ഖൽജിക്ക് ശേഷം വന്നിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പൊ അവരുടെ മീറ്റിംഗ്, ഒരു പിതാവും കൈക്കുബാദും ബുഗ്രാഖാൻ. ബുഗ്രാഖാൻ എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഖൽജിയുടെ മകനാണ്. സോ ഹി വാസ് ഗവർണർ ഓഫ് ബംഗാൾ, ബംഗാളിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ അദ്ദേഹമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അതിനുശേഷം അധികാരം ഏൽക്കേണ്ട ആൾ അദ്ദേഹമായിരുന്നു. പക്ഷേ ഒരു വിപ്ലവം ഭയന്നിട്ട് അദ്ദേഹം തിരിച്ച് ബംഗാളിലേക്ക് പോകുന്നു. പിന്നീട് സ്വാഭാവികമായിട്ട് അടുത്ത ഭരണാധികാരി കൈക്കുബാദ് മാറുന്നു. അദ്ദേഹത്തിനെതിരിൽ ബുഗ്രാഖാൻ ഒരു പോരാട്ടം നയിക്കുന്നു, ഒരു റിബല്യൻ നയിക്കുന്നു. അവസാനം രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ട്രീറ്റിയിലെത്തുന്നു, സന്ധിയിലെത്തുന്നു. അപ്പൊ അവരെ നേരിൽ കാണാൻ വരുന്നു. അപ്പൊ ആ ഒരു രംഗം, നേരിൽ കാണാൻ വരുന്ന രംഗം 2 നക്ഷത്രങ്ങളുടെ കൂടിക്കാഴ്ച എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു തീം. സോ കൈക്കുബാദിന്റെയും ബുഗ്രാഖാന്റെയും ഹിസ്റ്ററി, അതാണ് ബേസിക്കലി
കിറാൻ സാദിൻ, എനിക്കൊന്ന് ഈ പുസ്തകങ്ങളൊക്കെ പല കാലങ്ങളിലായിട്ട് ഒരു തവണയല്ല, 2, 3, 4 തവണയൊക്കെ ആയിട്ട് നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ടെക്സ്റ്റുകളാണ്. മാച്ച് ദി ഫോളോയിങ് ആയിട്ടും മറ്റു പല രീതിയിലും. ഖസായിനുൽ ഫുതൂഹ്, ഖസായിൻ ഫുതൂഹ് എന്ന് പറയുമ്പോൾ ഒരു വിജയങ്ങളുടെ കലവറ എന്നൊക്കെയാണ്. സോ അലാവുദ്ദീൻ ഖൽജിയുടെ അഡ്മിനിസ്ട്രേഷൻ, വാർ, ആർക്കിടെക്ചർ. അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് കോൺഗ്രസ്സുകളുണ്ട് അല്ലെ, സൗത്തിലേക്ക് ഒരുപാട് കോൺഗ്രസ്സുകളുണ്ട്. ഗുജറാത്ത് കീഴടക്കൽ, ഈ ഗുജറാത്ത് കീഴടക്കലാണ് അദ്ദേഹം മലിക് കഫൂർ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി കമാൻഡർ. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്ലൈവ് ആക്കുന്നത്, അടിമയാക്കി പിടിച്ചെടുക്കുന്നത് ഗുജറാത്ത് എന്താ പറയാ ഇൻവേഷൻസിലാണ്. അതുപോലെ തന്നെ മംഗോൾസിനെ അടിച്ചമർത്തുന്നത് ഒരു തവണ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്, അത് വേറെ കാര്യം. 1298 പിന്നീട് 304 306 അദ്ദേഹം മംഗോൾ ഇൻവേഷനെ തടുത്തു നിർത്തുന്നുണ്ട്. അതോടുകൂടി ഏകദേശം ഇന്ത്യയിലുള്ള മംഗോൾ അധിനിവേശം അവസാനിക്കുന്നു. പിന്നീട് വരുന്നത് തിമൂറിന്റെ കാലം. മറ്റൊന്ന് മിഫ്താഹുൽ ഫുതൂഹ്, വിക്ടറീസ് ഓഫ് ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജി വളരെ കുറച്ച് വിജയങ്ങളേ ഉള്ളൂ, കാരണം 6 വർഷത്തോളം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. 1290 മുതൽ 96 വരെ അദ്ദേഹം ചതിയിലൂടെ അലാവുദ്ദീൻ ഖിൽജി വധിക്കുകയാണ് ചെയ്യുന്നത്. നുഹെസിഫർ, ഖുതുബുദ്ദീൻ മുബാറക് ഷായെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ബേസ്ഡ് നുഹെസിഫർ. തുഗ്ലക് നാമ, സോ അദ്ദേഹം ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലത്ത് കൂടി ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ തുഗ്ലക്മാരുടെ ഹിസ്റ്ററിയെ കുറിച്ച് എഴുതിയിട്ടാണ് തുഗ്ലക് നാമ. സോ ഏകദേശം 4 5 വർക്കുകൾ കൊടുത്തിട്ട് ഇതിലെ എന്താ പറയാ അമീർ ഖുസ്രുവിന്റെ വർക്കുകൾ അല്ലാത്ത വർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതല്ലാതെ പല കാലങ്ങളിലായിട്ട് ഖുസ്രുവിന്റെ വർക്ക്, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ ഇതിനു മുമ്പ് വന്നിട്ടുള്ള മിൻഹാജ് സിറാജിന്റെ വർക്ക്, ശേഷം വന്നിട്ടുള്ള നിസാമുദ്ദീൻ അഹമ്മദിന്റെ തബഖാത്ത് അക്ബരി പോലുള്ള വർക്ക്, പല കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് എന്തായാലും നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ വർക്കുകൾ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അമീർ ഖുസ്രു. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ അദ്ദേഹം പവറും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, ടെമ്പറൽ പവർ ആൻഡ് സ്പിരിച്വൽ പവർ, ഇത് രണ്ടിലും ബാലൻസ് ചെയ്യുന്നു എന്നാണ്. കാരണം ഒരേ സമയം അദ്ദേഹം എന്താണ്, നിസാമുദ്ദീൻ ഔലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതേ സമയത്ത് അദ്ദേഹത്തോട് വളരെ എന്താ പറയാ ശത്രുതയോടുകൂടി പെരുമാറുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ കവി കൂടിയായിരുന്നു. സോ ഈ ഒരു രണ്ടു ബൈനറികൾ അല്ലെങ്കിൽ പോളുകൾ അദ്ദേഹം വളരെ എന്താ പറയാ ടാക്ടിക്കലി ഡീൽ ചെയ്തെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ്. മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ അബ്ദുൽ മലിക് ഇസാമി, നിങ്ങൾക്ക് അറിയായിരിക്കും സൗത്ത് ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, സൗത്തിലെ ഡെക്കാൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇസാമി. അഥവാ സൗത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ ബഹ്മനി ചരിത്രമാണെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള സോഴ്സുകൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒരാളാണ് ഇസാമി. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ സോഴ്സുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് എ പാർട്ട്. സോ എനിവേ അദ്ദേഹം ഒരു റെഫർ ചെയ്യപ്പെടുന്ന ഹിസ്റ്ററിയാണ്. സോ ബോൺ ഇൻ ഡൽഹി, അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചത്. ചില ആൾക്കാരൊക്കെ എനിക്കൊന്ന് ജുസ്ജാനൊക്കെ മിൻഹാജ് സിറാജൊക്കെ ഇന്ത്യയിലേക്ക് വന്നതാണ്. സോ ഹി വാസ് നോട്ട് ആക്ച്വലി ഇന്ത്യക്കാരനല്ല, സെൻട്രലൈസേഷൻ ഇന്ത്യയിൽ വന്നിട്ടുള്ള സെറ്റിൽ ചെയ്തിട്ടുള്ള സ്കോളറാണ്. ബട്ട് ഹി വാസ് ബോൺ ഇൻ ഇന്ത്യയിലാണ് ജനിച്ചത്. സോ മുഹമ്മദ് ബിൻ തുഗ്ലക് അല്ലെ, തുഗ്ലക്കിന്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ഡെക്കാനിലേക്കുള്ള ദൗലത്താബാദ് ദേവഗിരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പലായനം എന്നൊക്കെ പറയുന്ന സംഭവം, ഒരു ക്യാപിറ്റൽ ഷിഫ്റ്റ് അല്ലെ, സൗത്തിൽ നിന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയും അതുപോലെ സൗത്ത് ഇന്ത്യയും മുഴുവനായി ഭരിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്, അത് പരാജയപ്പെട്ടു എന്തായാലും. അപ്പൊ അദ്ദേഹത്തോട് കൂടി സൗത്തിലേക്ക് വന്ന ഒരാളായിരുന്നു ഇസാമി. സോ അദ്ദേഹം 1349 പ്രത്യേകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം സൗത്തില്? എനിവൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1349 അല്ലെങ്കിൽ 48 ഒക്കെ പ്രത്യേകത, ആ ഒരു 48 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇല്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. യു ക്യാൻ റെസ്പോണ്ട്, ഇതൊരു എൻഗേജിങ് സെഷൻ ആക്കാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഐഫന്റെ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, അവിടെയൊക്കെ സജീവമായിട്ട് ആൾക്കാരൊക്കെ റെസ്പോണ്ട് ഇല്ലേ? ഓക്കെ, സോ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബഹ്മനി സുൽത്താനേറ്റ്, അതാണ് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് അല്ലെ, ഹിസ്റ്റോറിക് ഇവന്റ് അതാണ്. ബഹ്മനി സുൽത്താനേറ്റ് അദ്ദേഹം സ്ഥാപിക്കുന്നു. അലാവുദ്ദീൻ ബഹ്മൻ ഷാ അല്ലെ, ജഫർ ഗംഗു എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹസൻ ഗംഗു എന്നൊക്കെ അറിയപ്പെടുന്ന അലാവുദ്ദീൻ ബഹ്മൻ ഷാ അദ്ദേഹം ബഹ്മനി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്ന 1349 48 50 ആ ഒരു കാലഘട്ടത്തിലാണ്. സോ 1349 ഫുതൂഹ് സലാത്തിൻ എന്ന പുസ്തകം, ദ കോൺക്വസ്റ്റ് ഓഫ് സുൽത്താൻ അദ്ദേഹം എഴുതുന്നു. സോ അതില് ഗസ്നവിഡ്സ് 1350 വരെ, ഗസ്നവിഡ്സിന്റെ കാലം മുതൽ 1350 വരെയുള്ള ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാർ, സോ തുഗ്ലക്ക് ഉണ്ടാവും, അല്ല ഖൽജിമാരുണ്ടാവും, ഇൽബരി സുൽത്താനേറ്റിലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഹിസ്റ്ററി സൗത്തിലടക്കം ഹിസ്റ്ററി അദ്ദേഹം രചിക്കുന്നു. സോ മോഡൽ ഓൺ ഷാഹനാമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫിർദൌസിയുടെ ഷാഹനാമ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. പേർഷ്യൻ അഥവാ പ്രീ ഇസ്ലാമിക് പേർഷ്യൻ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഷാഹനാമ. ഷാഹ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, നാമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി എന്നൊക്കെയാണ് പേർഷ്യൻ ഭാഷയിൽ. ഷാഹനാമ ബയോഗ്രഫീസ് ഓഫ്
കിങ്സ് ഒബ്വിയസ്ലി. സോ ആ ഒരു മോഡലിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം രചിച്ചത്. സോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടീക്ക് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, ബഹ്മൻ ഷാ, അലാവുദ്ദീൻ ബഹ്മൻ ഷാ തുഗ്ലക്കിനെതിരെ ഒരു റിബല്യം നടത്തിയിട്ടാണ് അധികാരത്തിൽ വരുന്നത്. സോ അദ്ദേഹത്തെ ഒരു റൈറ്റ്ഫുൾ ഖലീഫായിട്ട്, സ്വാഭാവികമായിട്ട് ആരാണ് യഥാർത്ഥ ഖലീഫ, ആരാണ് യഥാർത്ഥ ഇസ്ലാമിക രാജാവ് അല്ലെങ്കിൽ മുസ്ലിം രാജാവ് എന്നുള്ള ഒരു ഡിസ്കഷൻ എപ്പോഴും ഉണ്ടാവും അല്ലെ, ലെജിറ്റിമസി ഓഫ് കിങ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. സോ അതില് ഇദ്ദേഹത്തെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ തള്ളി പറഞ്ഞിട്ട് ബഹ്മൻ ഷാ അദ്ദേഹം പിന്തുണക്കുന്നുണ്ട്. കാരണം തുഗ്ലക്കിന്റെ അവസാന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് തുഗ്ലക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നൊക്കെ ഉണ്ട്. സോ അദ്ദേഹം അഭയം തേട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബഹ്മൻ ഷാ എടുത്തിരുന്നത്. സോ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൺലി 10% ഓഫ് ദി മൈഗ്രേറ്റേഴ്സ് റീച്ച് ദൗലത്താബാദ്. സോ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ, ഈവൻ 10% ആൾക്കാർ മാത്രമേ ദൗലത്താബാദിൽ, ബാക്കി മുഴുവൻ ആൾക്കാരും വരും. ദാറ്റ് ഈസ് എൻ എക്സാജറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ആബ്സല്യൂട്ട്ലി. ഒരു നിലക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അത്. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു അനിമോസിറ്റി, തുഗ്ലക്കിനോടുള്ള ഒരു വിരോധം മാത്രമാണ് അത് കാണിക്കുന്നത്. കാരണം ഈവൻ ഓൾമോസ്റ്റ് ഒരു 40-50% ആൾക്കാർ എത്തിയിട്ടുണ്ടെന്നാണ് ഫാക്ട്. 10% എന്നുള്ളത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സോ മറ്റൊരാൾ ഫെരിഷ്ത. സോ ഒറിജിനലി നോൺ ആസ് മുഹമ്മദ് ഖാസിം അസ്ത്രാബാദി. അദ്ദേഹത്തിന് ഈ പേര് ആരും കേട്ടിട്ടുണ്ടാവില്ല, കാരണം എല്ലാവരും അദ്ദേഹത്തെ ഫെരിഷ്ത എന്നുള്ള പേരിലാണ്. അബ്ദുൽ മലിക് ഇസാമിയെ കുറിച്ചും അദ്ദേഹത്തെ ഇസാമി എന്നുള്ള പേരാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ ഫസ്റ്റ് നെയിം നമുക്ക് ആർക്ക് അറിയാൻ സാധിക്കും. ഈവൻ ഭരണി അടക്കം, ജിയാവുദ്ദീൻ ഭരണി എന്ന അദ്ദേഹത്തിന്റെ പേരെങ്കിൽ ഭരണി എന്നുള്ള പേര് നമ്മൾ അറിയപ്പെടും, അദ്ദേഹത്തെ അറിയാം അല്ലെ. സോ താരിഖ് ഫിറോസ് ഷാഹി ഓർ ഗുൽഷൻ ഇബ്രാഹിം, രണ്ട് പേരിലാണ് ആ പുസ്തകം അറിയപ്പെടുന്നത്. സോ ഇബ്രാഹിം ആദിൽ ഷാ സെക്കൻഡ് ഓഫ് ബിജാപൂറിലെ വളരെ പ്രശസ്തനായ ഇബ്രാഹിം ആദിൽ ഷാഹി ഡൈനാസ്റ്റി, ബിജാപൂർ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ആദിൽ ഷാഹി ഡൈനാസ്റ്റി, പോസ്റ്റ് ബഹ്മരി ഡൈനാസ്റ്റികളുണ്ട് അല്ലെ. ആദിൽ ഷാഹി, അതുപോലെ തന്നെ കുത്തബ് ഷാഹിസ്, ഇമാദ് ഷാഹിസ്, ബരീദ് ഷാഹിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റി നിങ്ങൾക്ക് അഹമ്മദ് നഗർ സുൽത്താനേറ്റ് ഈവൻ അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിൽ ബിജാപൂർ സുൽത്താനേറ്റിലെ ആദിൽ ഷാ, അദ്ദേഹത്തിനാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. ബിജാപൂർ സുൽത്താനേറ്റിനെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു മലയാളി ടെക്സ്റ്റ് ആർക്കും അറിയാം, ഒരു മലയാളി ഹിസ്റ്റോറിക്, ഒരു മലയാളി നല്ല ഒരു മലബാർ ബേസ്ഡ് ഹിസ്റ്റോറിക്കൽ സബ്മിറ്റഡ് ടു ബിജാപൂർ സുൽത്താൻ, ഓൾമോസ്റ്റ് സിമിലർ ടൈം പീരീഡ്. എനിവൺ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം മലബാർ ബേസിൽ നിന്നുള്ള ഏർലിയസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്കാണ്, കൊളോണിയൽ ഹിസ്റ്റോറി ഒക്കെ വന്നിട്ട് ഒരു പുസ്തകമാണ്. ഓക്കെ, നോബഡി റെസ്പോൺസ്, ഫൈൻ. സോ തുഹ്ഫത്തുൽ മുജാഹിദീൻ നിങ്ങൾക്ക് അറിയായിരിക്കും, സൈനുദ്ദീൻ മഖ്ദൂം സെക്കൻഡ് അദ്ദേഹമാണ് ആ പുസ്തകം അദ്ദേഹം സബ്മിറ്റ് ചെയ്തത് ബിജാപൂർ സുൽത്താനാണ്. സോ 12 ബുക്സ്, ഏകദേശം 12ഓളം ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ പുസ്തകം, കിങ്സ് ഓഫ് പ്രോവിൻസസ്. ഏകദേശം ആദ്യത്തെ 10 പുസ്തകങ്ങൾ പല പ്രോവിൻസുകളിലെ സുൽത്താന്മാരെ കുറിച്ചിട്ടാണ്. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് സുൽത്താനേറ്റുകളുണ്ട് ഇന്ത്യയിൽ അല്ലെ. ജോൺപൂർ സുൽത്താനേറ്റിന്റെ, ഡൽഹി സുൽത്താനേറ്റിന്റെ ഡിസിന്റഗ്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ 14th സെഞ്ചുറി. അതുപോലെ തന്നെ 15th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഹാഫിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു ഡിസിന്റഗ്രേഷൻ നടക്കുന്നുണ്ട്. പല നാടുകളിലായിട്ട് പല സുൽത്താനേറ്റുകൾ, ഗുജറാത്ത് സുൽത്താനേറ്റ് വരുന്നുണ്ട്, ജോൺപൂർ സുൽത്താനേറ്റ് വരുന്നുണ്ട്. ജോൺപൂരിന്റെ പിന്നീട് ലോധി സുൽത്താനേറ്റ് കീഴടക്കം നോക്കണം, നമുക്കറിയാം 1476. സോ പല പ്രോവിൻസുകളിലുള്ള സുൽത്താന്മാരെ കുറിച്ചും. അതിൽ 11th അക്കൗണ്ട് മുസ്ലിംസ് ഓഫ് മലബാർ. മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രോഡ്ലി മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ അല്ല. ഇറ്റ് വാസ് ആക്ച്വലി സൗതേൺ കോസ്റ്റ് അല്ലെ. സൗതേൺ കോസ്റ്റ് കംപ്ലീറ്റ്ലി മലബാർ കോസ്റ്റ് എന്ന പേരാണ് അറിയപ്പെടുന്നത്, നമുക്കറിയാം. സോ 12 സയൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വിവിധ സയന്റുകൾ, മുസ്ലിം സയന്റുകൾ, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ. സോ സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് ഇദ്ദേഹം മെയിൻലി റെഫർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് തബക്കാത്ത് അക്ബരിയാണ്. തബക്കാത്ത് അക്ബരി എന്ന് പറയുന്നത് അക്ബറിന്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സോഴ്സ്. നിസാമുദ്ദീൻ അഹമ്മദ് എന്ന ഹിസ്റ്റോറിയൻ മറ്റു പല സോഴ്സുകൾ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. ആ ഒരു പുസ്തകത്തെ റെഫർ ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. സോ മറ്റു വർക്കുകൾ അഥവാ ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ബെൽറ്റ്, ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മറ്റു വർക്കുകൾ, ഐനുൽ മുലുക് മുൾത്താനി. ഐനുൽ മുൽക്ക് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇതൊരു ടൈറ്റിൽ നമുക്ക് മനസ്സിലാവും, നിസാമുൽ മുൽക്ക്, ഐനുൽ മുൽക്ക് എന്നൊക്കെ ഉള്ളത് പല കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടൈറ്റിലുകളാണ് ഡൽഹി സുൽത്താനത്തെ കാലത്ത്, നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇൻഷായ് മെഹ്റു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്റ്, ഒരു കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ്. അപ്പൊ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള, അദ്ദേഹം നിങ്ങൾക്കറിയായിരിക്കും ബരീദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഡൽഹി സുൽത്താനയുടെ കാലത്ത്. കറസ്പോണ്ടൻസുകൾ, രാജാവ് എഴുതുന്ന രാജാവിന് വേണ്ടിയിട്ട് മറ്റു ഗവർണേഴ്സിന്, പല നാടുകളുടെ ഗവർണേഴ്സിന് അദ്ദേഹത്തിന്റെ കത്തുകൾ ഉണ്ടാവും. അവിടെ തിരിച്ചു വരുന്ന കറസ്പോണ്ടൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റവന്യൂ കളക്ഷൻ നടത്തുന്ന കറസ്പോണ്ടൻസ് ഉണ്ടാവും. ഈവൻ ലെജിസ്ലേഷൻസ്, അതുപോലെ തന്നെ എന്താ പറയാ, നിയമങ്ങൾ എന്നല്ല, നമ്മൾ പറയില്ലേ നീതി നിർവഹണം, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്, അപ്പൊ അതൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിലുള്ള കളക്ഷൻസ് ഓഫ് ലെറ്റേഴ്സ്, ഇദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ്, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഹിസ്റ്ററി പഠിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന സംഭവമാണ്.
അതിന് ഫിറോസ് ഷാ തുഗ്ലക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്. കുറച്ച് റാഡിക്കൽ ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഹി ഈസ് നോൺ ആസ് സുൽത്താൻ ഓഫ് ആർക്കിടെക്ട് അല്ലെ. ഒരുപാട് പബ്ലിക് വർക്ക്സുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഫിറോസ് ഷാ തുഗ്ലക്. അദ്ദേഹത്തിന് ആ പേരിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, നിർമ്മാണത്തിന് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അലി സുൽത്താനിന്റെ കീഴിൽ ഡെവലപ്പ് ചെയ്തത്. സോ മറ്റൊന്ന് യഹിയ സെർഹിന്ദി, താരിഖെ മുബാറക് ഷാഹി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് അലി മുഹമ്മദ് ഖാൻ മിറാത്തെ അഹമ്മദി, സുൽത്താന്റെ ഗുജറാത്ത്. അഹമ്മദ് ബേഗറ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഗുജറാത്ത് സുൽത്താനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുൽത്താനാണ് അഹമ്മദ് ബേഗറ. അദ്ദേഹത്തിന്റെ പേരിലാണ് അഹമ്മദാബാദ് സിറ്റി ഉള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക ഫിക്റ്റീവ് ആയ നെറേറ്റീവ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച്. അദ്ദേഹം ഒരു ദിവസം 60ഓളം കാലിക ഭക്ഷണം കഴിക്കുന്ന നെറേറ്റീവ്സ് ഉണ്ട്. ഇനി അദ്ദേഹം ഗുജറാത്ത് സുൽത്താനത്തിന്റെ ഏറ്റവും പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഗുജറാത്ത് ഭരിക്കുന്നത്. സോ അദ്ദേഹത്തെ കുറിച്ച് ആ ഒരു ഗുജറാത്ത് സുൽത്താനന്മാരെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് മിറാത്തെ അഹമ്മദി. റഫീഉദ്ദീൻ അഹമ്മദ് ഷിറാസി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. തസ്കിറത്തുൽ മുലൂക്ക്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്കാർ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു സോഴ്സാണ് തസ്കിറത്തുൽ മുലൂക്ക്. ബിജാപൂർ സുൽത്താനേറ്റിനെ കുറിച്ച് റഫീഉദ്ദീൻ അഹമ്മദ് ഷിറാസി എഴുതിയിട്ടുണ്ടായിരുന്നു. അലി തബ്താബ, ബുർഹാനെ മാസിഫ്, ബിജാപൂർ, ബിദർ ആൻഡ് ഗോൽക്കൊണ്ട, പോസ്റ്റ് ബഹ്മനിഡ് സ്റ്റേറ്റ്, ബഹ്മനി സാമ്രാജ്യത്തിന്റെ ശേഷം വന്നുള്ള സ്റ്റേറ്റുകളാണ് ബിജാപൂർ, ബിദർ, ഗോൽക്കൊണ്ട അല്ലെ. ബിദറൊക്കെ പിന്നീട് അനക്സ് ചെയ്യപ്പെടുന്നത്. സോ അലി തബ്താബാണ് ഈ ഒരു പുസ്തകം. ബുർഹാനെ മഹാസ്. ഷെയ്ഖ് സിക്കന്ദർ മഞ്ജു, മിറാത്തെ സിക്കന്ദരി, ഹിസ്റ്ററി ഓഫ് ഗുജറാത്ത്, കോൺഗ്രസ് ഓഫ് അക്ബർ. അക്ബറിന്റെ കാലത്താണ് അല്ലെ പിന്നീട് ഗുജറാത്ത് സുൽത്താനെ കീഴടക്കപ്പെടുന്നത്. സോ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെയുള്ള ഗുജറാത്ത് സുൽത്താൻമാരുടെ ഹിസ്റ്ററി അതാണ് ഷെയ്ഖ് സിക്കന്ദർ മഞ്ജു, മിറാത്തെ സിക്കന്ദരി. സോ ഇനി നമ്മൾ പറയുന്ന സോഴ്സ് ഓഫ് മുഗൾ ഹിസ്റ്ററി. മുഗൾ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ഓട്ടോബയോഗ്രഫി, രാജാക്കന്മാർ നേരിട്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ ആത്മകഥകൾ അല്ലെ. ചില ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബാബർ എഴുതിയിട്ടുണ്ട്. സുസുക്കി ബാബർ, ബാബർ നാമ, യു കൻ കോൾ ഇറ്റ് എനിവേ. അതുപോലെ തന്നെ ജഹാംഗീർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്യാൻസൺ ആയിട്ടുള്ള ജഹാംഗീർ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് അതേപോലെ തന്നെ മെമ്മോയർസ്, ഓർമ്മക്കുറിപ്പ്, സുൽബദൻ ബാനു ബീഗം, അദ്ദേഹം തന്റെ സഹോദരനെ കുറിച്ച് ഹുമയൂണിനെ കുറിച്ച് എഴുതിയിട്ടുള്ള അവർ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പുകളുണ്ട്. കോഡ് ഹിസ്റ്ററീസ് അഥവാ രാജാക്കന്മാർ നേരിട്ട് എന്ത് ചെയ്യുന്ന പാട്രണൈസ് ചെയ്തുള്ള ഹിസ്റ്ററി. അതുപോലെ തന്നെ കൊട്ടാരത്തിലുള്ള മറ്റു ഒഫീഷ്യൽസ്, രാജാക്കന്മാരാവണമെന്നുള്ള മറ്റു നോബിൾസ് ആവാം, അവരൊക്കെ പാട്രണൈസ് ചെയ്തിട്ടുള്ള അവര് എന്താ പറയാ നേരിട്ട് പണം കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ടുള്ള വർക്കുകൾ. ഹിസ്റ്റോറിക്കൽ വർക്ക്സ് റിട്ടേൺ ഇൻഡിപെൻഡന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് എഴുതപ്പെട്ടുള്ള പുസ്തകങ്ങൾ, അർദ്ധകഥാനൊക്കെ പോലെയുള്ള ഹിസ്റ്ററി. സോ ഫസ്റ്റ് ബാബർ, ഫസ്റ്റ് മുഗൾ എംപർ നമുക്ക് എല്ലാവർക്കും അറിയാം. 5ഓളം തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് അല്ലെ. അവസാനമാണ് അദ്ദേഹം ഇന്ത്യ 1526 ഇന്ത്യക്ക് കയറുന്നത്. സോ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് വളരെ വിവിഡായിട്ടുള്ള നെറേറ്റീവ്സ് അദ്ദേഹത്തിന് തരുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യ കാണുന്നു. സോ ഹീസ് എ സ്ട്രേഞ്ചർ ടു ഇന്ത്യ ടെക്നിക്കലി അല്ലെ. അദ്ദേഹത്തിന്റെ ഫർഗാനയിലെ അതുപോലെ തന്നെ കാബൂൾ അദ്ദേഹത്തിന്റെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. 1506 അഥവാ അദ്ദേഹം ഏകദേശം തന്റെ രാജ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലമുണ്ട്. അതിന് കീഴിലുണ്ടായത് വെറും 300 ആൾക്കാരായിരുന്നു. സോ അതിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് 1526. സോ അദ്ദേഹം വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് സുസുക്കി ബാബർ or ബാബർ നാമ. ചക്തായി ടർക്കിഷ്, അദ്ദേഹം ടർക്കിഷ് ഒറിജിൻ ആയിരുന്നു അല്ലെ. മുഗൾസ്, മംഗോൾസ്, അതുപോലെ തന്നെ തിമൂരിഡ്സ് ആയിരുന്നു. അമ്മ വഴി തിമൂരിഡ്സും അച്ഛൻ വഴി മംഗോൾസ് ആയിരുന്നു അവർ അല്ലെ. സോ അവർ ടർക്കിഷ് ഒറിജിൻ ആയിരുന്നു ടെക്നിക്കലി. പിന്നീട് അവർ പേർഷ്യൻ ഭാഷ പഠിക്കുന്നു, അവരുടെ ഒഫീഷ്യൽ ഭാഷ പേർഷ്യനായി മാറുന്നു. സോ ബാബറിന്റെ ഒഫീഷ്യൽ ഭാഷ ടർക്കിഷ് ആയിരുന്നു. സോ അദ്ദേഹം ചക്തായി ടർക്കിഷ്, ടർക്കി എന്നുള്ള പേരിലൊക്കെ ആ ഭാഷ അറിയപ്പെടുന്നു. ആ ഭാഷയിൽ തന്റെ പുസ്തകം അദ്ദേഹം ഇന്ന് അവൈലബിൾ ആണ്, ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വായിക്കാം. സോ ഈ ഒരു പുസ്തകം ചക്തായി ടർക്കിഷിൽ എഴുതപ്പെട്ട ഈ ഒരു പുസ്തകം പിന്നീട് അബ്ദുറഹീം ഖാനെ ഖാൻ അദ്ദേഹമാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അക്ബറിന്റെ കാലഘട്ടം. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടർക്കിഷ് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ സാംസ്കൃതിക ടെക്സ്റ്റുകൾ, ഈവൻ മഹാഭാരത റസ്മിനാമ എന്നുള്ള പേരിൽ, രാമായണം റസ്മിനാമ എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സൂഫി അല്ല, ഒരു റിലീജിയസ് സ്കോളറാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. ഭയങ്കര രസകരമാണ് ആ സ്റ്റോറി, നിങ്ങൾക്ക് അറിയായിരിക്കും മേ ബി, അല്ലെങ്കിൽ നമുക്ക് പറയാം. സോ ഇലസ്ട്രേറ്റഡ് കോപ്പീസ് വെർ മെയ്ഡ് ഓൺ അക്ബർസ് കമാൻഡ്. അക്ബറിന്റെ കാലഘട്ടത്തിൽ അതിന്റെ ഒരുപാട് ഇലസ്ട്രേറ്റഡ് കോപ്പീസ് ഉണ്ടാക്കുന്നത്. ഫിർദൌസ് മക്കാനി എന്നുള്ള പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫിർദൌസ് മക്കാനി, വൺ ഹൂസ് അബൌട്ട് ഈസ് ജന്ന പാരഡൈസ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഫിർദൌസ് മക്കാനി ആ ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഗൾ ക്രോണിക്കിളുകളിലൊക്കെ ബാബറിനെ കുറിച്ചുള്ള ടൈം ഫിർദൌസ് മക്കാനി എന്നാണ്. സോ അദ്ദേഹത്തിന്റെ പുസ്തകം ഏകദേശം 3 വോള്യൂംസിലായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത്. അതിൽ 3rd വോള്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഓണസ്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പോർട്രേൽ, അദ്ദേഹത്തിന്റെ ഫ്ലാറ്ററി ഒന്നും ഇല്ല. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് തോന്നും അദ്ദേഹം
കുറച്ചുകൂടി ഫ്ലവറി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ വളരെ സ്ട്രൈറ്റ് ആണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്, ഓണസ്റ്റ് ആണ്. അഥവാ അദ്ദേഹം മറച്ചു വെക്കലുകളൊന്നുമില്ല, ഒളിച്ചു കെട്ടലുകളൊന്നുമില്ല, ആരെയും പേടിക്കാനില്ലാത്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ജഹാംഗീറിന്റെ കാലത്ത് നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം കംപ്ലീറ്റ്ലി കൺസീൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫോൾട്ടുകളൊക്കെ, പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം കൺസീൽ ചെയ്തിട്ട് നല്ല വശങ്ങൾ മാത്രം അദ്ദേഹം തന്റെ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തും. സോ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്ന ഒരു സംഭവം വെച്ചാൽ 1506 ഇന്ത്യ ആദ്യമായിട്ട് ആക്രമിക്കുന്നത് എന്റെ മനസ്സിൽ ഇന്ത്യയുണ്ട്, ഇന്ത്യ കീഴടക്കാന്നത് എന്റെ ഏറ്റവും വലിയ ആംബിഷൻ ആയിരുന്നു അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഹുമയൂൺ ഷേർഷാ സൂര്യയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. സോ ഗുൽബദൻ ബാനു ബീഗം, മുഗൾ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഗുൽബദൻ ബാനു ബീഗം. പവർഫുൾ വുമൺ എന്നൊക്കെ പറയാവുന്ന ഒരാൾ. ഓക്കെ, വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. Yeah, that was a mistake. I'm sorry for that. Yeah. So ഗുൽബദൻ ബാനു ബീഗം, സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മുഗൾ വുമൺ ആണ് ഗുൽബദൻ ബാനു. അക്ബറിന്റെ സിസ്റ്റർ ആയിരുന്നു. സോറി, അക്ബറിന്റെ ഹുമയൂണിന്റെ സിസ്റ്റർ ആയിരുന്നു. അക്ബറിന്റെ ഓണ്ടായിരുന്നു അത്. സോ അവരാണ് അക്ബറിന്റെ കമാൻഡ് പ്രകാരം ഹുമയൂണിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇല്ലായിരുന്നു, അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ആത്മകഥ എഴുതിയിട്ടില്ല. അതിന്റെ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടില്ല, കാരണം വളരെ കുറച്ച് കാലമാണ് ഭരിച്ചത്. 1530 മുതൽ 40 വരെ വളരെ എന്താ പറയാ സിവിൽ വാറുകളൊക്കെ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് 1555 മുതൽ 56 വരെ ഒരു വർഷമാണ് അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വളരെ ട്രാജിക് ആയിട്ടുള്ള എൻഡ് ആയിരുന്നു അത്. നിങ്ങൾക്കറിയാം, സ്റ്റെയർ കേസിലേക്ക് ഇരുന്നിട്ട് അദ്ദേഹം ഒരു ബാങ്കിന് വേണ്ടി, മുസ്ലിങ്ങളുടെ കോൾ ഫോർ പ്രയർ, അതിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം തെന്നി വീഴുന്നത്, മരിക്കുന്നത്. സോ ഒറ്റ വർഷമാണ് അദ്ദേഹത്തിന് ടെക്നിക്കലി ഡൽഹി തന്റെ അധികാരം തിരിച്ചതിന് ശേഷം അധികാരത്തിലിരിക്കാൻ സാധിച്ചു. സോ അദ്ദേഹത്തെ കുറിച്ചുള്ള ഏറ്റവും റെഫർ ചെയ്യാവുന്ന സോഴ്സ് ഗുൽബദൻ ബാനു ബീഗത്തിന്റെ ഹുമയൂൺ നാമെ, ബയോഗ്രഫി ഓഫ് ഹുമയൂൺ. സോ അതിൽ കുറച്ച് സാധാരണ മുഗൾ ക്രോണിക്കിൾ എന്നുള്ളതിനെ കുറിച്ച് ഡിഫറെന്റ്ലി ആയിട്ടുള്ള സംഭവം വെച്ചാൽ, ഹുമയൂണിന്റെ ഹൗസ് ഹോൾഡ്, മുഗൾ ഹറം, ആൾക്കാർക്ക് പൊതുവിൽ ആക്സസ് ഇല്ലാത്തൊരു സ്ഥലമാണ് മുഗൾ ഹറം, അന്തപുരം എന്നൊക്കെ പറയുന്നത്, മുഗൾ സ്ത്രീകളെ പാർപ്പിച്ചിട്ടുള്ള സ്ഥലം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കംപ്ലീറ്റ്ലി നമുക്ക് ലഭ്യമാവുന്നത് ഇവരുടെ പുസ്തകമാണ്. അവിടെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് അവിടുത്തെ പവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഖാൻസാദെ ബീഗം, അതുപോലെ തന്നെ മറ്റു മഹാം അനേക, അങ്ങനെ ഒരുപാട് ആൾക്കാർ, മാച്ചുചക് ബീഗം തുടങ്ങിയ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മുഗൾ വിമിൻ. അപ്പൊ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇവരുടെ പുസ്തകം. ഈവൻ അദ്ദേഹം പറയുന്നുണ്ട്, ഹുമയൂണിനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് പറയുന്നത്, ഹുമയൂണിനോട് ഒരു ഭാര്യ കംപ്ലൈന്റ് ആണ്, പരാതി പറയാണ്, നിങ്ങൾ എന്നെ സന്ദർശിക്കുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ മാത്രം സന്ദർശിക്കുന്ന പരാതി പറയാണ്. അപ്പൊ അതിന് അദ്ദേഹം മറുപടി പറയുന്നത് വെച്ചാൽ, ഞാൻ ഒപ്പിയം ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ കറുപ്പ് ഉപയോഗിക്കുന്ന ആളാണ്, സോ എനിക്ക് എന്തില്ല, സ്ഥിരബോധം ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ഞാൻ ആൾക്കാരെ മറന്നു പോകുന്നതാണ് സംസാരിക്കുന്നത്. സോ ഈ ഒരു നാരേറ്റീവ് ഗുൽബദൻ ബാനു ബീഗം എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുന്നതാണ്. അഥവാ മുഗൾ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെത്ര ബോൾഡ് ആയിട്ടാണ് രാജാക്കന്മാരെ നേരിട്ടിരുന്നത്. പൊതുവിൽ മുഗൾ സ്ത്രീകൾ സപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഓപ്പറസ്ഡ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഹറമിലെ അന്തപുരങ്ങളിൽ പാർപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഖാൻസാദെ ബീഗം ഒരുപാട് മുഗൾ നെഗോഷിയേഷൻസിൽ, പവർ നെഗോഷിയേഷനിൽ കമ്രാനും അതുപോലെ തന്നെ ഹുമയൂണും തമ്മിലുള്ള നെഗോഷിയേഷനിൽ പങ്കാളിയായിട്ടുള്ള ഖാൻസാദെ ബീഗം പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൺ ആയിരുന്നു. അപ്പൊ അവരെ കുറിച്ച് നേരിട്ട് സോ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ആണ് ഈ ഒരു പുസ്തകം അദ്ദേഹം അവരെ രചിക്കുന്നത്. കൂടുതൽ സ്ത്രീകളുമായി ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. സോ ഖാൻസാദെ ബീഗം പോലുള്ള ആൾക്കാരെ കുറിച്ച് വിവരങ്ങളുണ്ട്. അനറ്റ് എസ് ബേവറിജ് അവരാണ് ഈ ഒരു പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അബുൽ ഫസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ ആണ്. അബുൽ ഫസിൽ അക്ബറിന്റെ കോഡ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അക്ബറിന്റെ കോഡ് ഹിസ്റ്റോറിയൻ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, അക്ബറിന്റെ ഒരു അഡ്മയർ ആയിരുന്നു, അദ്ദേഹത്തെ അത്രയും സ്നേഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു അബുൽ ഫസിൽ. സോ റോഡ് ഐന അക്ബരി ആൻഡ് അക്ബർ നാമ, രണ്ട് പുസ്തകങ്ങളല്ല, ടെക്നിക്കലി ഒറ്റ പുസ്തകമാണ്. അതിന്റെ അവസാനത്തെ അക്ബർ നാമ എന്നൊരു പുസ്തകമാണ്. അപ്പൊ അതിന്റെ അവസാനത്തെ പാർട്ട് അക്ബറിന്റെ കാലത്തെ അഡ്മിനിസ്ട്രേഷൻ, ഈവൻ കിച്ചൺസ്, ആനപ്പാപ്പാന്മാർ, അതുപോലെ തന്നെ മറ്റു റവന്യൂ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും അക്ബറിന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകുന്ന ഒരു ടെക്സ്റ്റാണ് ഐന അക്ബർ. അത് അക്ബർനാമയുടെ 3rd പാർട്ടാണ്. സോ 3 പാർട്ടായിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വോളിയം അബൌട്ട് ഹിസ്റ്ററി ഓഫ് അക്ബർസ് ആൻസെസ്റ്റേഴ്സ് ടു ഹുമയൂൺ. സോ ഹുമയൂൺ വരെയുള്ള അക്ബറിന്റെ ആൻസെസ്റ്റേഴ്സ്, ഹുമയൂണിനെ കുറിച്ചിട്ട് അക്ബറിന്, സോ ഹുമയൂൺ ഫ്ലീ ചെയ്യുന്ന സമയത്ത് അല്ലെ, അദ്ദേഹം ഇന്ത്യ വിട്ട് ഓടുന്ന സമയത്താണ് അക്ബർ ജനിക്കുന്നത്. സോ ഹുമയൂണിന്റെ കൂടുതൽ സ്നേഹം അതിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ വളർത്തുന്നത് കമ്രാനും അസ്കരിയും ഒക്കെയാണ്. ഹുമയൂണിന്റെ സഹോദരന്മാരായിട്ടുള്ള കമ്രാൻ, ഹിന്ദൽ അവരൊക്കെ ചേർന്നിട്ടാണ് അക്ബറിനെ വളർത്തുന്നത്. സോ എനിവേ അക്ബറിന്റെ ആൻസെസ്റ്റേഴ്സ് അവരെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഫസ്റ്റ് വോളിയം.
സെക്കൻഡ് വോളിയം ഹിസ്റ്ററി ഓഫ് അക്ബർ ടു 42nd റെഗ്നൽ ഇയർ, അക്ബറിന്റെ 42ാമത്തെ ഭരണവർഷം, അധികാര വർഷം. അപ്പൊ അതുവരെയുള്ള ഹിസ്റ്ററിയാണ് സെക്കൻഡ് വോളിയത്തിൽ അദ്ദേഹം പറയുന്നത്. സോ തേർഡ് വോളിയം ദ ഡിസ്കഷൻ ഓഫ് അക്ബർ അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അക്ബറിന്റെ കിച്ചൺ, ഈവൻ ഫുഡ്, നിങ്ങൾക്ക് ആ ഒരു ഭാഗം വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സോ അക്ബറിന്റെ ആ കാലഘട്ടത്തിലെ പാപ്പന്മാരെ കുറിച്ച്, അതേപോലെ തന്നെ ഈവൻ അദ്ദേഹം പറയുന്നുണ്ട് അക്ബറിന്റെ കാലഘട്ടത്തിലുള്ള എല്ലാ പാപ്പാന്മാരെ കുറിച്ച്, ആനകളെ കുറിച്ച് കൂടുതൽ നോളജബിൾ ആയിട്ടുള്ളത് അക്ബർ ആയിരുന്നു. സോ അതേപോലെ എല്ലാ മേഖലകളിലും, ഈവൻ മിന്റിങ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള മറ്റു എല്ലാ കാര്യങ്ങളിലും ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ള ഒരാളായിരുന്നു അക്ബർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്, അബുൽ ഫസൽ. സോ അദ്ദേഹം സുൽഹൈക്കുൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, പലപ്പോഴും ദീന ഇലാഹി എന്നൊക്കെ പേരിൽ ആൾക്കാർ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ്. സുൽഹൈക്കുൽ അഥവാ സകല മതങ്ങളോടും സമാധാനപൂർണ്ണമായിട്ട് പെരുമാറുക എന്ന സംഭവം, ആ ഒരു പോളിസി, അതായിരുന്നു ഇതിന്റെ പോളിസി. സോ ആ ഒരു പോളിസിയെ ഡെവലപ്പ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള മുബാറക്. യാ, സോ അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പോളിസി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു മഹ്സർ. മഹ്സർ എന്നുള്ളൊരു ഡോക്യുമെന്റ് ആണ്, അഥവാ അക്ബറാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സുൽത്താൻ, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലും പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള കിങ് അക്ബറാണെന്ന് സ്ഥാപിക്കുന്നത്. ആ കാലഘട്ടത്തിലെ എല്ലാ പണ്ഡിതന്മാരും മറ്റു മുസ്ലിം സ്കോളേഴ്സ്, തിയോളജിയൻസ്, അവരൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ട്. ആ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവാണ്. ഇവർ രണ്ടൊരു മഹ്ദാവി മൂവ്മെന്റ്സിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു പിന്നീട് സപ്രസ് ചെയ്യപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് മഹ്ദാവി മൂവ്മെന്റ്. ആ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു ഇവർ. പിന്നീട് അവർ കൺവേർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. സോ അദ്ദേഹമാണ് പുതിയൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത്, ലൈറ്റ് ഓഫ് ഗോഡ് എന്നൊരു കോൺസെപ്റ്റ്. നിങ്ങൾ ഫറ യസ്ദി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഫറ യസ്ദി എന്നുള്ളത് ഡൽഹി സുൽത്താനയുടെ കാലത്ത് സുൽത്താനെ കുറിച്ച് പറയുന്ന സംഭവം. ഫറ യസ്ദി അഥവാ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു പേർഷ്യൻ കോൺസെപ്റ്റ് ആണ്. രാജാവ് ദൈവത്തിന്റെ വെളിച്ചമാണ്. അത് ഇങ്ങനെ ഒരു സംഭവം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, അക്ബറിന് മുമ്പ് ഉള്ള മുസ്ലിം സുൽത്താന്മാരൊക്കെയും അവർ അഡ്രസ് ചെയ്തിരുന്നത് ഷാഡോ ഓഫ് ഗോഡ് എന്നുള്ളതാണ്, ദൈവത്തിന്റെ നിഴൽ. ടെക്നിക്കലി നിഴൽ എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ് ആണ് അല്ലെ. സോ അതിനെ പൊളിച്ച് ചെയ്തിട്ട് രാജാവ് ദൈവത്തിന്റെ ലൈറ്റ് ആണ്, നൂറാണ് എന്നൊക്കെ ഉള്ള ഒരു അവതരണമാണ്, വെളിച്ചമാണെന്നുള്ള ഒരു അവതരണമാണ് അദ്ദേഹം. ഇദ്ദേഹം സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇർഫാൻ ഹബീബ് പ്രൊമോട്ട് ചെയ്തൊരു സംഭവമാണ്. എന്തിനാണ് ഒരു കിങ്ഷിപ്പ്, എന്തിനാണ് ഒരു രാജാവ്? സോ ഒരു രാജാവ് എന്റെ ആവശ്യകത എവിടെയാണ് വരുന്നത്? ഒരു നാട്ടിൽ ലോ ആൻഡ് ഓർഡർ വേണം, ആൾക്കാർക്ക് സമാധാനം വേണം. സോ അതിനൊരു രാജാവ് വേണം. അപ്പൊ ആ ഒരു രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അക്ബറിനെ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. സോ ഈ ഒരു തിയറി ആദ്യമായിട്ട്, ഇങ്ങനെ ഒരു കിങ്ഷിപ്പിന്റെ തിയറി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അബുൽ ഫസലാണ്. അതിനെ ഇർഫാൻ ഹബീബാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്ററി എന്ന് പറയുന്നത് മുല്ല അബ്ദുൽ ഖാദർ ബദായുൻ. ബദായുൻ എന്നുള്ളത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഗർ ആണ്. സോ അക്ബറിന്റെ കാലഘട്ടത്തിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ട് അക്ബറും ഗ്രാൻഡ് മുഫ്തി തമ്മിൽ യോജിച്ചു പോകില്ല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. കാരണം അക്ബറിന്റെ റിലീജിയസ് പോളിസികൾ, അക്ബർ ഒരിക്കലും ഇസ്ലാം എന്ന് എന്ത് ചെയ്തിട്ടില്ല, പുറത്തു പോയിട്ടൊന്നുമില്ല. ചില ആൾക്കാർക്ക് അതിൽ നെറേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ആൾക്കാർ വളരെ സജീവമായിട്ട് എതിർക്കും, ഈവൻ ഇർഫാൻ നബി പോലുള്ള സ്കോളേഴ്സ്. അപ്പൊ അത് നെറേറ്റീവ് ശരിയല്ല. എനിവേ എന്തായാലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മദ്ദൈമ ആഷ് അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും. മദ്ദൈമ ആഷ്, ഇനാം ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു, അഥവാ സൂഫി സ്കോളേഴ്സ്, അതേപോലെ തന്നെ മറ്റു ഇസ്ലാമിക് മദ്രസകൾ, സ്ഥാപനങ്ങൾ, ഈവൻ മോസ്കുകൾ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഗ്രാൻഡുകൾ, ലാൻഡ് ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു, അതല്ലാത്ത മറ്റു മോണിറ്ററി ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രാൻഡുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടിച്ചുരുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നിർത്തലാക്കുന്നില്ല, വെട്ടിച്ചുരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു തിയോളജിയൻസ് അല്ലെങ്കിൽ മുസ്ലിം സ്കോളേഴ്സ് തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട് ആ കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് അബ്ദുൽ നബിയെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹം മക്കയിലേക്ക് നാട് കടത്തുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, അദ്ദേഹത്തിന്റെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറായിരുന്നു, കൊട്ടാരം സ്കോളറായിരുന്നു അദ്ദേഹം. അപ്പൊ അതിൽ പിന്നെ നാട് കടത്തുന്നത്. സോ അദ്ദേഹമാണ് മുൻതഹബ് തവാരിഖ്, സെലക്ടഡ് ക്രോണിക്കിൾസ്, താരിഖ് അല്ല തവാരിഖ്, സോറി ഫോർ ദാറ്റ്. ആ ഒരു പുസ്തകം അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. 3 വോളിയൂംസ്, 3 വോളിയൂംസിലാണ് ഈ ഒരു പുസ്തകം. സോ ഫസ്റ്റ് വോളിയം ബാബർ ആൻഡ് ഹുമയൂൺ, സെക്കൻഡ് വോളിയം അക്ബർ, തേർഡ് വോളിയം ഇന്ത്യയിലെ മുസ്ലിം സ്പിരിച്വൽ ലീഡർ. സോ അദ്ദേഹം ഒരു മുസ്ലിം സ്കോളർ ആയിരുന്നു, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്കോളർ ആയിരുന്നു, കുറച്ചൊക്കെ റാഡിക്കൽ വ്യൂസ് ഉള്ള സ്കോളർ ആയിരുന്നു. അദ്ദേഹം അക്ബറിനെ മുസ്ലിം അല്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനൊരു കാരണം, അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാരണമാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അക്ബർ ഫ്രൈഡേ സെർമൺ ഉണ്ടാവും, മുസ്ലിങ്ങൾക്ക് ഫ്രൈഡേ സെർമൺ ഉണ്ടാവും, വെള്ളിയാഴ്ച പ്രഭാഷണം. അപ്പൊ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അക്ബർ ഉദ്ദേശിക്കുന്നത് അക്ബർ ഇസ് ഗോഡ്, നോട്ട് അള്ളാഹ് ഇസ് ഗ്രേറ്റ്, ബട്ട് അക്ബർ ഇസ് ഗോഡ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ. സോ എനിവേ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കൊട്ടാരത്തിൽ അദ്ദേഹം പെരുമാറിയത്. സോ അക്ബറിനെ ഏറ്റവും ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു വർക്ക്. മുൻതഹബ് തവാരിഖ് എന്ത് ചെയ്യുന്നില്ല, അക്ബറിന്റെ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു പുസ്തകം എഴുതി എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. സോ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്ന ജഹാംഗീറിന്റെ കാലത്താണ്. ഇതിന്റെ പിന്നെ രസകരമായ കഥ എന്താണ് വെച്ചാൽ, അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നു.
അങ്ങനെ രാജാവ് ഇത് വായിക്കാൻ, ജഹാംഗീർ ഇത് വായിക്കാൻ ഇടയാവുന്നു. സ്വാഭാവികമായിട്ട് തന്നെ പിതാവിനെ കുറിച്ച് മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതായിട്ട് കാണുന്നു. സോ അന്ന് എന്ത് ചെയ്യുന്നില്ല, ബദായുവിന് ജീവിച്ചിരിപ്പില്ല. സോ ബദായുനി വാസ് ഡെഡ്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ആൾക്കാർ, രണ്ടാൾക്കാരുണ്ടായിരുന്നു, അവരെ വിളിച്ചു വരുന്നു. എന്നിട്ട് അന്വേഷിക്കും, ഇങ്ങനെ ഒരു പുസ്തകം നിങ്ങളുടെ പിതാവ് രചിച്ചു, എന്താണ് ഇതിന്റെ വിശദവിവരങ്ങൾ. സോ ഔട്ട്റൈറ്റ്ലി ദ ഡിനൈറ്റ്, അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും അങ്ങനെ ഒരു പുസ്തകം തങ്ങളുടെ പിതാവ് രചിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. കാരണം അവരങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ മേ ബി ദേ കുഡ് ബി പണിഷ്ഡ്, അവര് പണിഷ് ചെയ്യപ്പെടുന്ന എല്ലാ സാധ്യതയുണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു സംഭവം നിഷേധിക്കുന്നു. പിന്നീട് ആ പുസ്തകം എല്ലാ കാലത്തും എന്ത് ചെയ്യപ്പെടുന്നത്, പബ്ലിഷ് ചെയ്യപ്പെടുന്നത്, ആൾക്കാർ വായിക്കുന്നുണ്ട്. സോ അക്ബറിന്റെ കാലഘട്ടത്തിലെ 3 നെഗറ്റീവ്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മറ്റു 2 നെഗറ്റീവുകൾ, അബുൽ ഫസൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്ററി മോഡാണ്, അത് അക്ബറിനെ പ്രൈസ് ചെയ്തിട്ടുള്ള സംഭവം. ബദായുനി ആണെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന മോഡാണ്. ഇതിനിടയിൽ ഒരു എന്താ പറയാ, മോഡറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് നിസാമുദ്ദീൻ അഹമ്മദ് തബക്കാത്ത് നമുക്ക് പറയാം. സോ അദ്ദേഹമാണ് രാമായണ എന്ത് ചെയ്യുന്നത്, റസ്മിനാമ എന്ന പേരിൽ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താരിഖ് അൽഫി, ഹിസ്റ്ററി ഓഫ് മിലേനിയം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അൽഫി കോയിൻസ്, അതുപോലെ തന്നെ അൽഫി ഹിസ്റ്ററി ഓഫ് മിലേനിയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റെഗ്നൽ ഇയർ, 42nd റെഗ്നൽ ഇയർ ഓർ 40 റെഗ്നൽ ഇയറിൽ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിന്റെ ഫസ്റ്റ് മിലേനിയം കംപ്ലീറ്റ് ആവും. അത് ഒരു സഹസ്രാബ്ദം കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഇസ്ലാമിന്റെ കാലം അവസാനിക്കുന്നു. ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ കാലത്ത് സജീവമായിട്ടുണ്ടായിരുന്നു, മഹ്ദാവി മൂവ്മെന്റ്സിന്റെ ഒക്കെ ഭാഗമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു മിലേനിയം ആണ് വരുന്നത്, പുതിയൊരു സഹസ്രാബ്ദമാണ് വരുന്നത്. അപ്പൊ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഹിസ്റ്ററി രചിക്കുക. അതുപോലെ തന്നെ പുതിയ കോയിൻസ്, അൽഫി കോയിൻസ് ലെവലിൽ 10 വർഷം 1591 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിൽ അൽഫി കോയിൻസ് വിതൗട്ട് നോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇയർ, അഥവാ ഏത് വർഷമാണ് മിന്റ് എന്നുള്ളത് കൊടുക്കാതെ അദ്ദേഹം 10 വർഷത്തോളം അൽഫി കോയിൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. സോ പിന്നീട് ആ മിലേനിയം സംഭവിക്കുന്നു, ഇസ്ലാം തകർന്നുള്ള സംഭവമൊക്കെ നശിച്ചു പോകുന്നത് വേറെ കാര്യം. സോ അത്തരത്തില് ഒരു ഹിസ്റ്ററി ഓഫ് മിലേനിയം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓതർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട 10ഓളം ആൾക്കാർ അത് ഓതർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓതേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു മുല്ല അബ്ദുൽ ഖാദർ ബദായി. സോ മറ്റൊരാൾ നിസാമുദ്ദീൻ അഹമ്മദ്. സോ ഹുമയൂൺ, മിസ്റ്റേക്ക്, ഐ എം സോറി ഫോർ ദാറ്റ്. ഹുമയൂൺ അദ്ദേഹത്തിന്റെ അധികാരം തിരിച്ചു പിടിക്കുന്നു അല്ലെ, സിക്കന്ദർ ഷായുടെ മരണത്തോടു കൂടി, സിക്കന്ദർ ഷായുടെ കാലത്ത് തിരിച്ചു പിടിക്കുന്നു അല്ലെ. ഇസ്ലാം ഷായുടെ മരണത്തോടു ശേഷം ഒരു സിവിൽ വാർ നടക്കുന്നു, അല്ലെങ്കിൽ സക്സഷൻ വാർ, അധികാര തർക്കം നടക്കുന്നു ഡൽഹി സുൽത്താനേറ്റിനെ അഥവാ സൂർ വംശത്തിന്റെ, സൂർ ഡൈനാസിയുടെ കാലത്ത് ഒരു അധികാര തർക്കം നടത്തുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്തെങ്കിലും തിരിച്ചു പിടിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സഹായിച്ച 2 ആൾക്കാരുണ്ട്. നിസാമുദ്ദീൻ അഹമ്മദ് മറ്റൊരു പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അക്ബറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീജന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഖാൻ അബ്ദുറഹീം ഖാന്റെ പിതാവ്. ആർക്കെല്ലാം അറിയോ, ആരാണ്? I think you know him. Yeah. Okay, leave it. സോ അദ്ദേഹം അക്ബറിന്റെ കാലത്ത് മീർ ബക്ഷ്, ഹെഡ് ഓഫ് മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സിസ്റ്റം എന്നുള്ള സിസ്റ്റം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ഒഫീഷ്യൽ സിസ്റ്റം ആയിരുന്നു. ഒരാൾക്ക് ഒരു റാങ്ക് കൊടുക്കുക, അതിനനുസരിച്ച് അയാൾക്ക് സാലറി കൊടുക്കുക, അയാൾ ഒരു മിലിറ്ററി കണ്ടിൻജന്റ്, ഒരു ആർമി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നു. സോ അതിന്റെ ഹെഡായിരുന്നു മീർ ബക്ഷി, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്. സാലറി കൊടുക്കുക, കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നതിന്റെ ഹെഡായിരുന്നു നിസാമുദ്ദീൻ അഹമ്മദ്. അപ്പൊ അദ്ദേഹമാണ് അക്ബറിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, തബക്കാത്തെ അക്ബരി എന്ന് പറയുമ്പോൾ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഹിസ്റ്ററി എന്നാണ്. സോ ആ ഒരു പുസ്തകം അദ്ദേഹമാണ് രചിക്കുന്നത്. സോ ഗസ്നിയുടെ ഹിസ്റ്ററി ഓഫ് മുസ്ലിം കോൺഗ്രസ് ഫ്രം ഗസ്നി 1593, 1593 ഈ ഒരു പുസ്തകം ഫിനിഷ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കാലഘട്ടം വരേക്കും ഉള്ള ചരിത്രം, ഗസ്നിയുടെ കോൺഗ്രസ് മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരേക്കുള്ള ചരിത്രം മുഴുവൻ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലോധി ആൻഡ് സയ്യിദ് റോഡ്, പൊതുവിൽ നമ്മൾ കൂടുതലൊന്നും കാണാത്ത ഹിസ്റ്ററിയാണ് ലോധി സുൽത്താൻമാരുടെ ചരിത്രം. അതുപോലെ തന്നെ സയ്യിദ് ഡൈനാസ് അല്ലെ, വളരെ കുറച്ച് കാലം മാത്രം ഭരിച്ചിട്ടുള്ള ഇന്ത്യ, അത്രയും ഹിസ്റ്റോറിക്കലി വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ്. ലോധിയിൽ, സിക്കന്ദർ ലോധിക്ക് വളരെ നല്ല ഹിസ്റ്ററി ഉണ്ട്, അത് വേറെ കാര്യം. അദ്ദേഹം ആഗ്രയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു, അറിയാം 1504 അദ്ദേഹം തന്റെ പുതിയൊരു ക്യാപിറ്റൽ സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ആ ഒരു സുൽത്താൻമാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ ലാർജ് നമ്പർ ഓഫ് സോഴ്സസ്, ഒരുപാട് പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു തന്റെ പുസ്തകം രചിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ, ഒരു ഡെക്കാൻ ബേസ്ഡ് ഹിസ്റ്റോറിയൻ, അദ്ദേഹത്തിന്റെ പുസ്തകം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്ന ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. സോ ജഹാംഗീർ, 4th എംപറർ ഓഫ് മുഗൾ എംപറർ, 4ാമത്തെ മുഗൾ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഒരു മെമ്മോയർ അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു, ഓർമ്മക്കുറിപ്പ്, തുസുക്കി ജഹാംഗീർ എന്നുള്ള പേരിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ഫോൾട്ടുകൾ, അദ്ദേഹത്തിന്റെ വിപ്ലവങ്ങൾ, അക്ബറിനെതിരെ അദ്ദേഹം വിപ്ലവം നയിക്കുന്നു അല്ലെ,
അദ്ദേഹത്തിന് അതിൽ ഖുസ്രു, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഖുസ്രു ഒരു വിപ്ലവം നയിച്ചു. ഖുസ്രുവിനെ ബ്ലൈൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടേഴ്സിനെയും അദ്ദേഹം തൂക്കിലേറ്റിട്ട് ഡൽഹിയുടെ തൂണുകളിൽ അദ്ദേഹം തൂക്കിയിടുന്നൊക്കെ അവരുടെ കബന്ധങ്ങൾ അതുപോലെ തന്നെ ഹെഡ്സ് ഒക്കെ തൂക്കിയിടുന്നൊക്കെ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു തുടക്കത്തിൽ ജഹാംഗീർ. എനിവേ സോ ആ ഒരു ഇവന്റ്സ് ഒക്കെ നെറേറ്റീവ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു നെറേറ്റീവാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ്, ജിയോഗ്രഫി, അദ്ദേഹത്തിന്റെ സ്വന്തം ലൈഫ്, അദ്ദേഹം ഒരു ജിയോഗ്രഫിക്കൽ എന്തൂസിയാസ്റ്റ് ആയിരുന്നു. ഈ ഹണ്ടിങ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. അതിനൊരു ഹണ്ടിങ് ഏരിയ ഉണ്ടായിരുന്നു, ഷൈഖ്പുര എന്നുള്ള പേരിൽ ഒരു ഏരിയ ഉണ്ടായിരുന്നു അല്ലെ, ഷൈഖ്പുര. പിന്നീട് അത് ജഹാംഗീറാബാദ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഷൈഖു ബാബ എന്നുള്ള പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമുക്ക് അറിയായിരിക്കും ഷൈഖു ബാബ. അപ്പൊ അതിനൊരു കാരണമൊക്കെ ഉണ്ട്. അതിന്റെ പേര് സലീം എന്നായിരുന്നു. ഹി വാസ് ആക്ച്വലി ബോൺ ബൈ ദി ബ്ലെസ്സിംഗ് ഓഫ് സലീം ചിഷ്തി. സലീം ചിഷ്തി എന്നുള്ള അക്ബറിന്റെ അടുത്തൊരു ചിഷ്തി സൈന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മൂലമാണ് ജഹാംഗീർ ജനിക്കുന്നത്. സോ അതിന്റെ പേര് സലീം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈന്റിന്റെ പേര് ഉള്ളത് കൊണ്ട് തന്നെ അക്ബർ അദ്ദേഹത്തെ ഷെയ്ഖു എന്ന് വിളിച്ചിരുന്നു. ഷെയ്ഖു ബാബ എന്ന് വിളിച്ചിരുന്നു. വളരെ അഭിമാനപൂർവ്വം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ ഒരു സംഭവം പറയുന്നത്. ജിയോഗ്രഫി അദ്ദേഹം പറയുന്നത് വെച്ചാൽ അക്ബർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു സങ്കടമായിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അക്ബറിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മാംഗോസ് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു സങ്കടം അദ്ദേഹം പറയും. അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു മാംഗോസ്. ഒരുപാട് ആൾക്കാർ, അതോ മെഡീവൽ ടൈംസ് ഉണ്ടായിരുന്ന സെൻട്രൽ ഏഷ്യൻ രാജാക്കന്മാരുടെ വളരെ വലിയൊരു ഒബ്സഷൻ ആയിരുന്നു മാംഗോസ്, ഇന്ത്യൻ ഫ്രൂട്ട് ആയിട്ടുള്ള മാംഗോസ്. ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാംഗോ എങ്ങനെയാണ് കൃഷി ചെയ്യാന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഒരു നെറ്റിന്റെ പേപ്പറിൽ അതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നു. സോ മെൻഷൻ ഓഫ് ചൈൻ ഓഫ് ജസ്റ്റിസ്, സഞ്ജീർ ആദിൽ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ജഹാംഗീറിന്റെ കാലത്ത്. അതോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചെയിൻ ആർക്കും ഏത് സമയത്തും വന്നിട്ട് എന്ത് ചെയ്യാം, അത് വലിക്കാം. അപ്പൊ അത് വലിക്കുകയാണെങ്കിൽ ഉടൻ എന്ത് ചെയ്യും, രാജാവ് പുറത്തു വരും. അദ്ദേഹം എന്ത് ചെയ്യും, അവരുടെ ആരാണോ അത് വലിച്ച അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ചൈൻ ഓഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ട് വളരെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ജഹാംഗീറിന്റെ ആത്മകഥയിൽ സുസുക്കി ജഹാംഗീർ വളരെ കൃത്യമായിട്ട് പറയും. സോ ഈ അടുത്തു നിന്നുള്ള ഒരു ഞങ്ങളുടെയൊക്കെ പ്രൊഫസർ ആയിട്ടുള്ള ഒരു സ്കോളറിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. മറ്റാരും എന്ത് ചെയ്യുന്നില്ല, ആ കാലത്ത് ട്രാവൽ ചെയ്തിട്ടുള്ള ട്രാവലേഴ്സും ആരും എന്ത് ഇതിനെ കുറിച്ച് പറയുന്നില്ല. സോ ഇറ്റ് മേ ബി അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം നിർണ്ണയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. അബ്ദുൽ ഹമീദ് ലാഹോരി വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ആ കാലത്ത്. ഷാജഹാന്റെ കണ്ടംപററി ആയിരുന്നു. അതിന്റെ കാലത്ത് എഴുതപ്പെട്ട ഷാജഹാൻ നാമ പാദ്ഷാ നാമ. അപ്പോൾ അദ്ദേഹം അക്ബർ നാമയെ പോലെ മറ്റൊരു ക്രോണിക്കിൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രോണിക്കിൾ എന്ത് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കമ്മീഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാദ്ഷാ നാമ എന്നുള്ള ഈ ഒരു പുസ്തകം രചിക്കപ്പെടുന്നത്. സോ ഈ ഒരു വർഷം ഏകദേശം 20ഓളം വർഷം ഷാജഹാന്റെ കാലഘട്ടത്തിൽ ഓക്കെ. സോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 20ഓളം വർഷം, ഷാജഹാന്റെ കാലത്ത് 20ഓളം വർഷം, 20 വർഷത്തെ ഹിസ്റ്ററിയാണ് അദ്ദേഹം ഇതിൽ രചിക്കുന്നത്. സോ അദ്ദേഹം പിന്നീട് റിട്ടയർ ആയിരുന്നു. തന്റെ കാലം കഴിഞ്ഞു, ഇനി എനിക്ക് എഴുതാൻ പറ്റാന്ന് റിട്ടയർ ചെയ്തു. ഓൾറെഡി റിട്ടയർ ചെയ്ത ഒരാളായിരുന്നു അബ്ദുൽ ഹമീദ് ലാഹോരി. പക്ഷേ ഷാജഹാന്റെ നിർബന്ധപ്രകാരം അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്, തന്റെ ക്രോണിക്കിളറായിട്ട് നിയമിക്കുന്നതാണ്. പക്ഷേ ആദ്യത്തെ 20 വർഷം, ഏകദേശം 1627 മുതൽ 47 വരെയുള്ള വർഷം, അല്ലെ 17 അല്ലെങ്കിൽ 28 അദ്ദേഹം അധികാരത്തിൽ ഷാജഹാൻ. സോ ആ ഒരു വർഷത്തെ 20 വർഷത്തെ ഹിസ്റ്ററി അദ്ദേഹം കമ്പൈൽ ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, റിട്ടയർ ചെയ്യുന്നു. അതിന് ശിഷ്യനായിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ടുള്ള വാരിസ് ഷാ, അദ്ദേഹമാണ് ഈ ഒരു ഹിസ്റ്ററി ഫിനിഷ് ചെയ്യുന്നത്. സോ ഷൈഖ് സാലിഹ് കംബോ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് സൂഫി സയന്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈവൻ ഡൽഹിയിലെ മെഹ്റോളിലൊക്കെ ഉള്ള ജമാലുദ്ദീൻ കംബോ, നിങ്ങൾക്ക് അറിയായിരിക്കും, ജമാലി കമാലി എന്നുള്ള പേരിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫിക്ടീഷ്യസ് നാരേറ്റീവ്സ് ഒക്കെ ഉണ്ട് അവരുടെ പേര്, അല്ലെ. അവർ തമ്മിൽ ലവേഴ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കലി വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫും ഇല്ല. എനിവേ അവരൊക്കെ കംബോ എന്ന് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. സോ ഷെയ്ഖ് സാലിഹ് കംബോ, സോ അദ്ദേഹമാണ് അമൽ സാലിഹ് ഓർ ഷാജഹാൻ നാമ. അപ്പോൾ ഷാജഹാൻ നാമ എന്നുള്ളത് 2-3 വർക്കുള്ള കമ്പൈൽ ചെയ്തിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അത് അവൈലബിൾ ആണ്, വേർഷനിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഐ ഹാവ് സീൻ ബോത്ത്. സോ ഹിസ്റ്ററി, ഷാജഹാന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ സ്റ്റോറി ഓഫ് സയൻസ് ഇൻ മെഡീവൽ ഇന്ത്യ, മധ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സയന്റുകൾ, മുസ്ലിം സയന്റുകളെ കുറിച്ചുള്ള മറ്റു പല പുസ്തകങ്ങളുണ്ട്. തസ്കിറ എന്നുള്ള പേരിൽ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. മെറാത്തെ ഹയാൽ, അതുപോലെ തന്നെ ഒരുപാട് അത്തരത്തിലുള്ള സയന്റുകളെ കുറിച്ച്, അതുപോലെ തന്നെ പോയറ്റുകളെ കുറിച്ച്, കവികളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. സോ ഔറംഗസീബിന്റെ ഒരു റിലീജിയസ് മാസ്റ്റർ ആണ് അദ്ദേഹം വർക്ക് ചെയ്തത്. സോ ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ
ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൻസബ്ദാർ, ലോവസ്റ്റ് എന്നല്ല ഏകദേശം ലോവസ്റ്റ് എന്ന് പറയാവുന്ന ഒരു 500 മൻസബ്ദാർ ആയിരുന്നു ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ. ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൻസബ്ദാർസുള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം തന്നെ അതായിരുന്നു. ഒരുപാട് മൻസബ്ദാർസ് വരുന്നു, അവർക്ക് സാലറി കൊടുക്കണം, അപ്പോൾ എക്സസ് റവന്യൂ കളക്ഷൻ നടക്കുന്നു. സോ അതൊരു അടിച്ചമർത്തലായി മാറുന്നു. സ്വാഭാവികമായിട്ട് രാജ്യം തകരുന്നു എന്നുള്ളൊരു സംഭവമായിരുന്നു. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ ഫ്രോണ്ടിയേഴ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് മുഗൾ തകർച്ച സംഭവിക്കുന്നത്. സോ ഔറംഗസീബിന്റെ കാലത്തുള്ള മറ്റ് ഹിസ്റ്ററിയാണ് നമുക്ക് വരുന്നത്. സക്കീം മുസ്തായിദ് ഖാൻ. സോ ഔറംഗസീബിന്റെ കാലത്ത് ഏകദേശം 40ഓളം വർഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നതാണ്. സോ മാസിർ ആലംഗിരി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഔറംഗസീബിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം മാസിർ ആലംഗിരി ഹിസ്റ്ററി ഓഫ് 51 ഇയേഴ്സ്. ഔറംഗസീബ് ഏകദേശം 49 വർഷമാണ് ഔറംഗസീബ് ഭരിക്കുന്നത് അല്ലെ. 1657 മുതൽ 1707 വരെ ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ 706 ഒക്കെ വരെ. സോ 1658 ആണ് അഭിപ്രായമുണ്ട്. സോ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധങ്ങൾ നടക്കുന്ന, അധികാര തർക്കം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഔറംഗസീബ്, അതിന്റെ സഹോദരൻ, അതുപോലെ അതിന്റെ 3 സഹോദരന്മാർ, അവർ തമ്മിൽ യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ കാഫി ഖാൻ മുൻതഹബുൽ ലുബാബ് പാർട്ട്ലി ഫിക്ഷൻ നരേറ്റീവ് ആണ്, അഥവാ കുറച്ചുകൂടി മസാലകൾക്കുള്ള ഒരു ടെക്സ്റ്റ് ആണ്. നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഒരുപാട് ടെക്സ്റ്റ് അതിൽ വരുന്നുണ്ട്. അപ്പൊ അതില് ഫ്രം ദി അറൈവൽ ഓഫ് ടർക്സ് 1733 ടർക്സിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ്, മഹ്മൂദ് ഗസ്നിയുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിൽ ടർക്സിന്റെ വരവ് നടക്കുന്നത്. പിന്നീട് അത് മുഹമ്മദ് ഘോർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നീട് ഇന്ത്യയിൽ ഒരു പുതിയ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. സോ ആ ഒരു വരവോട് കൂടി തുടങ്ങുന്ന ഹിസ്റ്ററി 1733 അവസാനിക്കുന്നത് മുൻതഹബുൽ ലുബാബ്. സോ മുഹമ്മദ് ഷാ റംഗീല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത്. മിർസ മുഹമ്മദ് കാസിം അദ്ദേഹത്തിന്റെ ഔറംഗസീബിന്റെ ഒഫീഷ്യൽ കോർട്ട് ക്രോണിക്കിൾ ആയിരുന്നു അല്ലെ. ഔറംഗസീബ് ആദ്യത്തെ 10 വർഷം എന്ന് പറയുന്നത് ടെക്നിക്കലി പറയുന്ന മറ്റു സുൽത്താന്മാരെ പോലെ വളരെ സ്വാഭാവികമായിട്ട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നമ്മൾ പറയുന്ന പൊതുവിൽ കോൺട്രവേഴ്ഷ്യൽ എന്ന് ഇവർക്ക് ആൾക്കാർ മനസ്സിലാക്കപ്പെടുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളൊക്കെ വരുന്ന പിന്നീടുള്ള കാലഘട്ടം. സോ അദ്ദേഹം മ്യൂസിക് ആസ്വദിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈവൻ വൈൻ കുടിച്ചിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു കോൺസോർട്ട് ഉണ്ടായിരുന്നു, ഉദയ്പുരി മഹൽ. അവരുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഇതൊക്കെ അവസാനിപ്പിക്കുന്നൊക്കെ ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായമാണ്. അവർ ഒരു മ്യൂസീഷ്യൻ ആയിരുന്നൊക്കെ പറയുന്ന ആൾക്കാർ. സോ ഔറംഗസീബിന്റെ ആദ്യത്തെ 10 വർഷത്തെ ഹിസ്റ്ററിയാണ് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം മിർസ മുഹമ്മദ് കാസിം അവതരിപ്പിക്കുന്നത്. സോ ഇതിൽ ഇൻക്ലൂഡ് ദ ഹിസ്റ്ററി ഓഫ് ആസാം. ആസാം എന്നുള്ള നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഹിസ്റ്ററി ഇതിൽ ഉൾപ്പെടുന്നു. ഞാനത് വായിച്ചിട്ടുണ്ട്. ആഷാം എന്നുള്ള പേരിലാണ് അവരത് അവതരിപ്പിക്കുന്നത്, പേർഷ്യൻ ആഷാം. സോ ഹിസ്റ്ററി, ആസാമിന്റെ ഹിസ്റ്ററി കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് അഹോം കിങ്ഡം നമുക്ക് അറിയായിരിക്കും. അഹോം കിങ്ഡം അന്ന് ആസാം ഭരിച്ചിരുന്ന അഹോം കിങ്ഡം അവരൊക്കെ കീഴടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമാൻഡർ മീർ ജുംല ബംഗാൾ അദ്ദേഹത്തിന്റെ ഗവർണർ ആയിരുന്നു. പ്രീവിയസ്ലി ഹി വാസ് ഇൻ ഗവർണർ ഇൻ ഡെക്കാൻ ഓൾസോ. ഡെക്കാനിൽ ശിവാജിയൊക്കെ എതിരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നീട് അദ്ദേഹം ശിവാജിയുടെ അല്ല, ഡെക്കാനിലെ സുൽത്താനേറ്റിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം മുഗൾ സർവീസിൽ ജോയിൻ ചെയ്യുന്നു, ബംഗാളിലെ ഗവർണർ ആവുന്നു. അദ്ദേഹത്തിന്റെ മകനൊക്കെ ബംഗാളിലെ ട്രേഡിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ, ഈസ്റ്റ് ഇന്ത്യൻ ട്രേഡ്. സോ ഹി വാസ് കമ്മീഷൻ ബൈ ഔറംഗസീബ്. ആക്ച്വലി അലങ്കീർ നാമയുടെ ടെക്സ്റ്റ് ബുക്ക് ഔറംഗസീബ് കമ്മീഷൻ ചെയ്തത്. പക്ഷെ പിന്നീട് 10 വർഷം ശേഷം അദ്ദേഹം ഈ ഒരു സംഭവം നിർത്തലാക്കുന്നു. ഇത്തരത്തിലുള്ള ലക്ഷറികൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് ഒഴിവാക്കും. സോ മറ്റു വർക്ക്സ്, മുഗൾ ഡൈനാസ്റ്റിയെ കുറിച്ചുള്ള മറ്റു ചില വർക്ക്സ്, ഇനായത് ഖാൻ ഷാജഹാൻ നാമ, അതിന് സാധിക്കാൻ നമ്മൾ പറയുന്നത് ഷാജഹാൻ നാമ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഷാജഹാൻ നാമ എന്ന് പറയുന്നത് 2-3 പുസ്തകങ്ങൾ ചേർത്തിട്ടുള്ള പുസ്തകമാണ്. ഇനായത് ഖാൻ, സാദിഖ് ഖാൻ, അതിന് അമൽ സാലിഹ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. സോ ഈശ്വർദാസ് നഗർ ഫുതുഹാത്ത് ആലംഗീരി ഔറംഗസീബിന്റെ കാലഘട്ടത്തിലുള്ള അതിന് കോൺഗ്രസിനെ കുറിച്ചുള്ള പുസ്തകം. മുഅ്തമിദ് ഖാൻ ഇക്ബാൽ നാമെ ജഹാംഗീർ, ജഹാംഗീറിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്നു. അതിന്റെ കാലത്ത് ഒരു നോബിൾ ആയിരുന്നു. സോ അദ്ദേഹം ഇതിൽ ഇക്ബാൽ നാമെ ജഹാംഗീർ, ഞാനിത് വായിച്ചിട്ടുണ്ട് എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട്. സോ ആ ഒരു കാലഘട്ടത്തിലെ സൈന്റികൾ, അത് തന്നെ ജഹാംഗീർ ട്രാവൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ട്രാവൽസ്, അദ്ദേഹം ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് അവസാനം ട്രാവൽ ലോഗുകളെ കുറിച്ച്. സോ പല കാലഘട്ടങ്ങളായിട്ട് 10-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പല കാലഘട്ടങ്ങളായിട്ട് സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പല ട്രാവലേഴ്സും ട്രേഡേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ എക്സ്പ്ലോറേഴ്സ് ആയിട്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈവൻ തിയോളജിയൻസ് ആയിട്ട് അല്ലെ, നമുക്കറിയാം ഫാദർ മോൺസറാറ്റെ പോലുള്ള ആൾക്കാർ, അവർ ടെക്നിക്കലി പ്രീച്ചേഴ്സ് ആയിരുന്നു, ജെസ്യൂട്ട് പ്രീച്ചേഴ്സ് ആയിരുന്നു അക്ബറിന്റെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ. അപ്പൊ അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. സോ അവരുടെ യാത്രാ വിവരങ്ങൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില വിവരങ്ങളൊക്കെ എന്ന് വെച്ചാൽ പ്രിജുഡൈസുകൾ നിറഞ്ഞിട്ടുള്ള സംഭവം. വർത്തേമയുടെ ഇതുണ്ട്. വർത്തേമ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കേരളത്തിൽ മലബാർ എന്താ പറയാ തീരപ്രദേശങ്ങളിൽ ഒരു ആചാരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അഥവാ പുതിയ ഒരാൾ വരികയാണെങ്കിൽ
ഈവൻ നോർത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ ഭാര്യമാരെ സമർപ്പിക്കാൻ ഒരു കൾച്ചറൊക്കെ മലബാറിൽ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയും. മറ്റു സ്കോളേഴ്സ് ഒന്നും അതിന് മെൻഷൻ ചെയ്യുന്നില്ല. അതിനെ വളരെ എന്താ പറയാ പുച്ഛത്തോടെയാണ് അദ്ദേഹം ആ ഒരു സംഭവം അവതരിപ്പിക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. സോ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, അത് ഇന്ത്യൻ സിറ്റികൾ പ്ലാൻഡ് അല്ല, ഡസ്റ്റ് സിറ്റി ആണെന്നൊക്കെ പറയുന്ന ബേണിയറിന്റെ ഒക്കെ അഭിപ്രായം. ബേണിയർ നിങ്ങൾക്ക് അറിയായിരിക്കും, അദ്ദേഹം ഒരു ട്രാവലർ ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു ആൾക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ട്രാവൽ ചെയ്ത്, മുഗൾ കാലഘട്ടത്തിലൊക്കെ ട്രാവൽ ചെയ്ത ആൾക്കാർ. ബേണിയർ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലൊരു നിങ്ങൾക്കറിയായിരിക്കും സ്റ്റാഗ്നൻസി അല്ലെ, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാർക്സ് ഒക്കെ മുന്നോട്ടൊക്കെ സംഭവം. അഥവാ ഏഷ്യയിൽ അതല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലൊക്കെ ഉള്ള സുൽത്താൻമാർ അവരെന്തുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, മോഡേണിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ പ്രോഗ്രസ് ചെയ്തിട്ടില്ല എന്ന സംഭവം. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയിരുന്നു, പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ലായിരുന്നു, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജിക്കലിയോ ഉള്ള വളർച്ചകളില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. സോ ഫ്യൂഡലിസം ഇന്ത്യയിൽ ഇല്ലായിരുന്നു ഒക്കെയുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ഫ്യൂഡലിസത്തെ കുറിച്ച്, ഫ്യൂഡലിസം ഡിബേറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ എനിവേ, അപ്പൊ ഇത്തരത്തിലുള്ള ചില സോഴ്സുകളിലൊക്കെ പ്രിജുഡൈസുകൾ നമുക്ക് കാണാൻ പറ്റും. ചില ട്രാവലേഴ്സ് അവർ ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ചിട്ട് വളരെ ഓവോട് കൂടി എന്താ പറയാ ബഹുമാനത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഒക്കെ പറയുന്ന സാധനം മാർക്കോ പോളോയൊക്കെ ആ ഒരു രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം ചൈനയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടല്ലേ, റോമിന് സമാനമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഹംപി. അപ്പൊ അതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു പോർച്ചുഗീസ് ട്രാവലർ ബർബോസയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നത് ഈക്വൽ ടു റോം, റോമിന് സമാനമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. സോ അത്തരത്തിലുള്ള സ്കോളേഴ്സ്, അത്തരത്തിലുള്ള ട്രാവലേഴ്സും കൂടി ഉണ്ടായിരുന്നു. സോ സെൻട്രൽ ഏഷ്യൻ ട്രാവലേഴ്സ് വളരെ ബ്രീഫ് ആയിട്ട് കുറച്ച് പറയാം നമുക്ക്. സോ മസൂദി അറേബ്യൻ ആയിരുന്നു അദ്ദേഹം. സോ റോട്ട് മുറൂജ് ദഹം 1948 അദ്ദേഹം ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്തത്. സോ മെയിൻലി ഓൺ വെസ്റ്റേൺ ഇന്ത്യ. സോ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ഭരണം നിലനിരുന്നത് വെസ്റ്റേൺ ഇന്ത്യയിലാണ്. വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ, നോർത്ത് വെസ്റ്റേൺ. അദ്ദേഹം ഒരു ട്രാവലർ ആയിരുന്നു. സോ വെസ്റ്റേൺ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ അദ്ദേഹം മെൻഷൻ ചെയ്തത്, മുറൂജ് ദഹം. സോ അബ്ദുൾ റസാഖ് മറ്റൊരു പ്രധാനപ്പെട്ട അബ്ദുൾ റസാഖ്. സോ അദ്ദേഹം അംബാസഡർ ഓഫ് ഷാ ഓഫ് ഇറാൻ, ഇറാനിലെ തിമൂർ ഡൈനാസ്റ്റിയുടെ ഭരണാധികാരി ഷാറുഖ്, തിമൂറിന്റെ മകനായിരുന്നു. സോ അദ്ദേഹം കാലിക്കറ്റിലെ സ്വാഭാവികമായിട്ട് അന്നുണ്ട് ഈ ഒരു രീതിയിൽ എന്താ പറയാ 15th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 16th സെഞ്ചുറിയിലൊക്കെ പേർഷ്യൻ ഗൾഫ് അതുപോലെ തന്നെ അറേബ്യൻ സീ ഇത് ബേസ് ചെയ്തിട്ടുള്ള മെഡിറ്ററേനിയൻ സീ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയാ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു വാണിജ്യം നടക്കുന്ന ഒരു കാലം അല്ലെ, നിങ്ങൾക്കറിയായിരിക്കും. മാരിടൈം ട്രേഡ് വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്തരത്തില് പേർഷ്യൻ ഗൾഫ് ഒക്കെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കൂടുതലായിട്ട് കൈവശം വെച്ചിരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള സുൽത്താനായിരിക്കും. സോ അദ്ദേഹത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവിന് സമൂരിനെ കാണാൻ വേണ്ടി കാലിക്കറ്റിലെ രാജാവായിരുന്നു അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും. 1500 മാപ്പ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മാപ്പ് നോക്കുകയാണെങ്കിൽ ലിസ്ബൺ, കാലിക്കറ്റ് എന്ന രീതിയിൽ, അതേപോലെ തന്നെ പിന്നെ ഏഡൻ തുടങ്ങിയ പ്രദേശങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ അക്ക, മോക്ക തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട സിറ്റികളായിട്ട് അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തെ കണ്ടം. സോ അതില് സമോരിനെ കാണാൻ വേണ്ടി അയക്കുന്ന ഒരു അംബാസഡർ ആയിരുന്നു. പക്ഷേ ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് സമോരിൻ. സമോരിന് അദ്ദേഹം നിരാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിന് സുൽത്താന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അന്ന് അച്യുതദേവരായ ഐഗസ്തോ, അപ്പൊ അദ്ദേഹമാണ് അന്ന് അവിടുത്തെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമ്രാട്ട്. സോ പിന്നീട് അദ്ദേഹം ദേവരായ സെക്കൻഡ്, അദ്ദേഹത്തിന്റെ കാലത്ത് എന്ത് ചെയ്തു, അദ്ദേഹം അബ്ദുൾ റസാഖ്, ദേവരായ സെക്കൻഡ്, സോറി ഫോർ ദാറ്റ്, ദേവരായ സെക്കൻഡിന്റെ കാലത്ത് അദ്ദേഹം വിജയനഗര സാമ്രാജ്യം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ഇൻസ്പയർഡ് അല്ല ഇംപ്രസ് ആയിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വിജയനഗര സാമ്രാജ്യം ഫോളോ ചെയ്യുന്ന കോട്ട് കൾച്ചർ ഡൽഹി സുൽത്താനിന്റെ കൾച്ചറായിരുന്നു. അവര് കുല്ലായി, കബായി എന്നൊക്കെ പറയുന്ന വസ്ത്രങ്ങൾ, അഥവാ ഒരു ക്യാപ്പ്, ഒരു ടർബൻ, അതുപോലെ തന്നെ നീണ്ട കോട്ട്, ഷെർവാനിയൊക്കെ പോലുള്ള വസ്ത്രങ്ങളൊക്കെ അവർ ധരിച്ചിരുന്നു. ഡൽഹി സുൽത്താൻമാർ ധരിച്ചിരുന്നു അതേ വസ്ത്രം. നേരെ മറിച്ച് സമൂരം ധരിച്ചെന്ന് വെച്ചാൽ ഒരു ലോയിൻ ക്ലോത്ത്, അരവരെ മാത്രം, മുട്ട് മുതൽ എന്താ പറയാ പൊക്കിൾ മുതൽ മുട്ട് വരെ മാത്രം പറയുന്ന ഒരു വസ്ത്രം. സോ അതിൽ അദ്ദേഹത്തിന് ഭയങ്കര കണ്ടന്റ് ഉണ്ടായിരുന്നു. ഒരു രാജാവ് അർദ്ധനഗ്നായിട്ട് എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിൽ കാണുന്നു. സോ ഹി വാസ് ഇംപ്രസ്. സോ അദ്ദേഹമാണ് മത്ലബ് സാദീൻ മജ്മഉൽ ബഹ്റൈൻ. സോ വിജയനഗര എംപയർ അതിന്റെ ക്യാപിറ്റൽ സിറ്റിക്ക് വളരെ ഓവില് ബഹുമാനത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ അഭിമാനത്തോടെ അദ്ദേഹം എഴുതുന്നത്. സോ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ദേവരായ സെക്കൻഡ്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സിലോൺ, ഒറീസ, ഗുൽബർഗ ആൻഡ് മലബാർ വളരെ വിശാലമായിട്ടുള്ള സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് അന്നുണ്ടായിരുന്നു അദ്ദേഹം പറയും. സോ മറ്റൊരാൾ അൽബിറൂനി, ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇൻഡോളജി, ഇന്ത്യയെ കുറിച്ചുള്ള പഠനത്തിന്റെ ഫാദർ നിലവിലാണ് അദ്ദേഹം. സോ ഒറിജിനലി ഫ്രം ഹുവാറസം ഫ്രം പേർഷ്യ, ഇറാൻ എന്നാണ് അദ്ദേഹം വരുന്നത്. സോ അദ്ദേഹം മഹ്മൂദ് ഗസ്നിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. സോ ഗസ്നിയിൽ ആയിരുന്നു അദ്ദേഹം ബേസിക്കലി ഉണ്ടായിരുന്നത്.
പിന്നീട് ഗസ്നി ഇന്ത്യയിലേക്ക് വരുന്നു. സോ അദ്ദേഹത്തിന്റെ കൂടെയാണ് അൽബിറൂണി ഇന്ത്യയിലേക്ക്. സോ അദ്ദേഹമാണ് കിതാബുൽ ഹിന്ദ് ഓർ കിതാബ് മാലിൽ ഹിന്ദ് എന്നുള്ള പുസ്തകം രചിച്ചത്. സോ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിലെ സന്യാസിമാരോട് അതുപോലെ ഇന്ത്യയിലെ സ്കോളേഴ്സിനോട്, ഹിന്ദു ബ്രാഹ്മണിക് സ്കോളേഴ്സിനോട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അദ്ദേഹം അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, തന്റെ പുസ്തകത്തിൽ രചിക്കുന്നു. അപ്പൊ അത് ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രീറ്റീസ്, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ ഹിന്ദു ടെക്സ്റ്റുകൾ, അതൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അറബി ഭാഷയിൽ. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പല പുസ്തകങ്ങൾ ഗ്രീക്ക്, പേർഷ്യൻ, ലാറ്റിൻ അല്ല ഗ്രീക്ക്, അതുപോലെ തന്നെ പേർഷ്യൻ, സാംസ്കൃത് ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പതഞ്ജലിയുടെ യോഗസൂത്ര അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജിയോഗ്രഫി, സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്, കാസ്റ്റ്, അതുപോലുള്ള സംഭവങ്ങൾ, റിലീജിയൻ, ബ്രാഹ്മൺസ്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് റിലീജിയൻ, ഇസ്ലാമും അതുപോലെ തന്നെ ഹിന്ദുയിസം തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് കമ്പാരിറ്റീവ് റിലീജിയന്റെ ഫാദർ ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കി. സോ ഇബിൻ ബത്തൂത്തയുടെ കള്ളക്കഥകൾ എന്നായിരിക്കും നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരും ഇബിൻ ബത്തൂത്തയെ കുറിച്ച് അല്ലെ. സോ ഒരുപക്ഷെ മുഹമ്മദ് തുഗ്ലക്കിനെയും അതുപോലെ തന്നെ മറ്റു സുൽത്താൻമാരെയൊക്കെ, പ്രത്യേകിച്ച് മുഹമ്മദ് തുഗ്ലക്കിനെ വളരെ മോശമായിട്ട് ഹിസ്റ്ററിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം സ്വാഭാവികമായിട്ട് ബത്തൂത്തായിരിക്കും. അദ്ദേഹമാണ് തുഗ്ലക്കിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് മലയാളത്തിൽ, ഇബ്നു ബത്തൂത്തയുടെ കള്ളക്കഥകൾ എന്നൊരു പുസ്തകം. എനിവേ ഹി വാസ് ബോൺ ഇൻ മൊറോക്കോയിലാണ് ജനിക്കുന്നത്, നോർത്ത് ആഫ്രിക്ക. സോ 1334 മുതൽ 47 നീണ്ട 13 വർഷം അദ്ദേഹം ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ ഒരു കാളിയായിരുന്നു, ജഡ്ജായിരുന്നു. സോ അദ്ദേഹം പിന്നീട് മാൽഡീവ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അവിടെ അദ്ദേഹം ജഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. കാലിക്കറ്റിലേക്ക് വരുന്നത്, സിൽഹേറ്റിലേക്ക് പോകുന്നുണ്ട്, ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഈവൻ ചൈനയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള മൊറോക്കോ തൊട്ടടുത്തുള്ള ടാഞ്ചിയസിലുള്ള മറ്റൊരു മുസ്ലിം മെർച്ചന്റ് അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ കാലത്തെ ട്രാവലേഴ്സിന്റെ മൊബിലിറ്റി, അവരുടെ എന്താ പറയാ ട്രാൻസ് റീജിയണൽ കൾച്ചർ എന്നൊക്കെ അവരിങ്ങനെ ക്യാരി ചെയ്യുന്ന ഹിസ്റ്ററിയൊക്കെ വളരെ വിപുലമായിട്ട് പറയുന്ന ഭാഗത്താണ് അതൊക്കെ പറയുന്നത്. സോ എനിവേ അദ്ദേഹം മുഹമ്മദ് തുഗ്ലക്കിന്റെ കൊട്ടാരത്തിലെ കാളിയായിരുന്നു. ഹി വാസ് ജഡ്ജ്. ഹി റോട്ട് രഹില അദ്ദേഹം രചിച്ച പുസ്തകമാണ്. രഹില ഇബ്നു ബത്തൂത്ത എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. രഹില എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ട്രാവൽ എന്നാണ് അർത്ഥം, ജേണി എന്നൊക്കെയാണ് അതിനർത്ഥം, രഹില എന്ന് അറബിയിൽ പറയുന്നത്. സോ അദ്ദേഹം ഇത് ചൈനയിലേക്ക് തുഗ്ലക്ക് അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ അത് മുമ്പത്തെ വർഷത്തെയോ നെറ്റിന്റെയോ സിയുറ്റിന്റെ ചോദ്യ പേപ്പറിൽ ഇത്തരത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു. ചൈനയിലേക്ക് ഒരു പേർഷ്യൻ പരവതാനിയുമായിട്ട് മുഹമ്മദ് തുഗ്ലക്ക് ആരെയാണ് അയക്കുന്നത് ചോദ്യം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി ഇബ്നു ബത്തൂത്ത. അദ്ദേഹത്തിന്റെ കപ്പലൊക്കെ നശിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ചൈനയിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. സോ ഹി റോട്ട് അബൌട്ട് സൗദി, ഇന്ത്യയിലെ സൗദിയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഓഫ് ഇന്ത്യ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഓറഞ്ച് തുടങ്ങിയ ഒരുപാട് ഫ്രൂട്ടുകൾ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റിന്റെ ഏതോ ഒരു പേപ്പറിൽ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന മാംഗോ അതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, കൾട്ടിവേഷൻ ഓഫ് മാംഗോ, അതിനെക്കുറിച്ച് അതിന്റെ നരേറ്റീവ്, അതിന്റെ നരേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സതീഷ് ചന്ദ്രയുടെ പുസ്തകത്തിൽ ലഭ്യവും. ഏകദേശം ഡീറ്റെയിൽസ് അതോ മധ്യകാല ചരിത്രത്തെ കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ സ്ലൈവ് മാർക്കറ്റ് ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ, ഇന്ത്യയിലെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, അതുപോലെ തന്നെ സ്ലൈവ് മാർക്കറ്റ് ഇന്ത്യയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു സ്ലൈവ് മാർക്കറ്റ്. കാരണം വെച്ചാൽ മുഹമ്മദ് തുഗ്ലക്ക് അത് തൊട്ട് ശേഷം വന്ന ഫിറോസ് തുഗ്ലക്ക് അതിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അടിമകൾ എന്ത് ചെയ്ത് ക്യാപ്ചർ ചെയ്തത്. നിങ്ങൾക്കറിയാം ഏകദേശം 1 lakhോളം അല്ലെങ്കിൽ 2 lakhsോളം അല്ലെങ്കിൽ അറൌണ്ട് 40,000 മാക്സ് മിനിമം അടിമകൾ ഫിറോസ് തുഗ്ലക്കിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വിവിധ കോൺഗ്രസുകൾ ആൾക്കാരെ പിടിച്ചെടുക്കുന്നു, ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ആൾക്കാരെ സ്ലൈവ് അടിമകളാക്കുന്നു. അവരെ കൊട്ടാരത്തിലെ കാർഖാന ഫാക്ടറീസ് ഉണ്ടാകുന്നു, കൊട്ടാരത്തിൽ ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന കാർഖാനകൾ നമുക്കറിയാം. സോ ആ കാർഖാനകളിൽ അവരെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വളരെ വിപുലമായിട്ടുള്ള സ്ലൈവ് മാർക്കറ്റിൽ ഒരു കാലമാണ്. സോ സ്ലൈവ് മാർക്കറ്റിനെ കുറിച്ച് അദ്ദേഹം വരുന്നുണ്ട്. സോ ഐ തിങ്ക് നമുക്ക് ഇത് ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഇത് ഫോളോ അപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ ഇനി ക്വറീസ് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്വറീസ് ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ
ഒപ്പീനിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു എവരി വൺ. സോ താങ്ക് യു ഫോർ ബെയറിംഗ് വിത്ത് മീ. ഏകദേശം 1 മണിക്കൂറിന് മുകളിലായി. സോ താങ്ക്സ്.